ഞാൻ ഇന്ന് വരെ വാസ്തവം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കരുനീക്കങ്ങൾക്കും ഞാൻ മുതിർന്നിട്ടില്ല. ഇപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കണം അങ്ങനെ മുതിർന്നവർക്കാണ് പലതും കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ചിലപ്പോൾ എനിക്ക് ഒരു സിനിക്കലായിട്ട് തോന്നി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും സിനിമാ പാട്ടുകൾ എഴുതിയല്ലോ, 130 മറ്റു പടത്തിൽ എഴുതി, 450-500 പാട്ടുകൾ എൻ്റേതായിട്ടുണ്ട്. എല്ലാം കേമല്ലായിരിക്കാം, പക്ഷേ എത്രയോ വർഷങ്ങളിൽ എൻ്റെ പടങ്ങൾ വന്നിട്ട് എനിക്ക് ഈ സർക്കാരിൻ്റെ ഒരു നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് ആരോടും പറഞ്ഞിട്ടുമില്ല എനിക്ക് തരണം. ജഗതിയുടെ എല്ലാ ഉയർച്ച താഴ്ചകളിലും ഞാൻ പോയി കണ്ടിട്ടുമുണ്ട്. അവരെ കൊടമ്പാക്കത്ത് ഏറ്റവും ചെറിയൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി കണ്ടു. എനിക്ക് വലിയ സങ്കടവും തോന്നി. ഇവരിങ്ങനെ ജീവിക്കേണ്ടവരല്ലോ, വളരെ ഒരു ചെറിയൊരു, എനിക്ക് ആഹാരവും മല്ലിക ഉണ്ടാക്കി തോന്നി. അന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതായിരിക്കും. ഇവർ രണ്ടുപേരും ഇങ്ങനെ കഴിയേണ്ടവരല്ല. എൻ്റെ ഔദ്യോഗിക ജീവിതവും എൻ്റെ ക്രിയേറ്റീവ് ജീവിതവും തമ്മിൽ അടിസ്ഥാനപരമായി വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്ന് ഞാനിപ്പോൾ ബോധ്യപ്പെടുകയാണ്. എനിക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ്. മ്യൂസിക് ഡയറക്ടർ എന്നോട് നീതി പുലർത്തിയില്ല എന്നെനിക്ക് പരാതിയുള്ള പാട്ടുകൾ പലതുമുണ്ട്. പാടിയത് നന്നായിട്ടില്ല എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കില്ല. പക്ഷേ മ്യൂസിക് ഡയറക്ടർക്ക് കുറച്ചുകൂടി ഔചിത്യം വേണ്ട സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ എന്നൊക്കെ എനിക്ക് തോന്നും. ഇപ്പോൾ നമ്മൾ പാട്ട് എഴുതാൻ പോയിട്ട് അചുംബിതം എന്നൊക്കെ പറഞ്ഞാൽ സാറേ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിക്കൂടെ എന്ന് ചോദിക്കും. അത് കാലം മാറിപ്പോയി. അന്നതല്ല, അന്ന് വയലാറിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുന്ന സമയമല്ലേ, നല്ല നല്ല പദങ്ങൾ കയറും പാട്ടിൽ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ വളരെ ലളിതമായിരിക്കും. ഇവിടെ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരു ട്യൂൺ കൊള്ളില്ല, വേറെ ഒന്നും കൂടെ നോക്കാൻ പറയാൻ അവർക്ക് ദേഷ്യം വരും. ഇതെൻ്റെ ഔദ്യോഗിക ജീവിതം. ഇവിടെ ഞാൻ കർക്കശനും കുഴപ്പക്കാരനും അല്ല എന്താണ് ആയിട്ടുള്ള അരസികനും പിന്നെ ഫലിതം പറഞ്ഞാൽ ചിരിക്കാത്തവനും എൻ്റെ സ്റ്റേറ്റസിനെ പറ്റി സദാ നേരവും ചിന്തിച്ച് വശായിരിക്കുന്നവനും അതങ്ങനെയും പുറത്തിറങ്ങുന്ന കവി, അങ്ങനെ ഒരു ബന്ധം എനിക്കില്ലായിരുന്നുള്ളതാണ് വാസ്തവം. ഈ നിലവറയെ പറ്റി ഒരു ഫാൻറ്റസി സബ്ജക്റ്റ് എഴുതാനായിട്ട് ഒരാൾ വന്നു. എനിക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു. ഞാൻ ഔട്ട്ലൈനൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ അന്തരാത്മാവിലിരുന്ന് ഒരു ശബ്ദം പറയുന്നത്, നീ വിട്ടേക്ക്, നിനക്ക് പറ്റിയ പണിയല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്വാമി തന്നെ ഇഷ്ടപ്പെടുന്നില്ല. സ്ക്രിപ്റ്റായി, ഒരു പ്രൊഡ്യൂസറുമായി, നടിയുമായി, പക്ഷെ അനൗൺസ് ചെയ്യാറായിട്ടില്ല. ഇത്തിരി കൂടെ ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ. ഞാൻ ആക്ച്വലി അത് വിഷുവിന് തുടങ്ങണം എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ട് ചിങ്ങ 1-ന് തുടങ്ങാം, അനൗൺസ്മെൻറ്റ് വരും. ഒരു സോഷ്യൽ ചിത്രമാണ്, ഒരു റിയലിസ്റ്റിക് ചിത്രമാണ്. എനിക്ക് ഈ ചരിത്രത്തിലൊക്കെ ഏതൊരു കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ ഞാൻ വാചാലനാവുകയും എൻ്റെ കണ്ണ് നനയുകയും ചെയ്തത് യേശുവാണ്. യേശുവിനെ പറ്റി ഒരു അപാരമായിട്ടുള്ളൊരു പുസ്തകം എഴുതണമെന്ന് ഈ 10-15 വർഷമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും വെച്ച് സ്വന്തം പാട്ടുകൾ റേഡിയോയിൽ കേൾക്കാറുണ്ടോ? അങ്ങനെ കേൾക്കുമ്പോൾ എന്താ തോന്നുക? എൻ്റെ ബന്ധുക്കൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്നില്ല. ചില സ്ഥലത്തൊക്കെ പോയി ഇറങ്ങിയിട്ട് വലിയ പരിചയമില്ലാത്ത സ്ഥലമായിരിക്കും. നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടാൽ, അല്ലേ നമ്മുടെ സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്, ഒരു വലിയൊരു പരിചിതത്വം നമുക്കതുമായിട്ട് വരും. അതാണ് നമ്മുടെ ബന്ധുക്കളാണ് അവർ നമ്മുടെ മക്കളെ പോലെ എവിടെയൊക്കെ ഉണ്ടല്ലോ, ഒരു ഇമ്മീഡിയറ്റ് കണക്റ്റ് നമുക്കുണ്ടാകും. നമ്മളിത് ഏത് പാട്ടായാലും ശരി, നല്ല പാട്ടായാലും ശരി, അത്ര നല്ലതല്ലാത്ത പാട്ടായാലും ശരി. നല്ലതല്ലാത്ത പാട്ട് എഴുതിയിട്ടുണ്ടോ? അല്ല, എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര തൃപ്തി പോരാത്ത ചില പാട്ടുകളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് എഴുതേണ്ടത് കൊണ്ട് എഴുതി. അല്ല, തൃപ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്തുള്ള തൃപ്തി, രചനാപരമായ തൃപ്തി കുറവല്ല ഞാൻ പറയുന്നത്. ആ സന്ദർഭം കൊള്ളില്ല, ആ സന്ദർഭത്തിൽ ഇതേ സാധിക്കൂ. പിന്നെ മ്യൂസിക് ഡയറക്ടർ എന്നോട് നീതി പുലർത്തിയില്ല എന്നെനിക്ക് പരാതിയുള്ള പാട്ടുകൾ പലതുമുണ്ട്. പാടിയത് നന്നായിട്ടില്ല എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കില്ല. പക്ഷേ മ്യൂസിക് ഡയറക്ടർക്ക് കുറച്ചുകൂടി ഔചിത്യം വേണ്ട സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ എന്നൊക്കെ എനിക്ക് തോന്നും. അത് വേറെ ആർക്കും തോന്നുന്നില്ല, എനിക്കേ തോന്നുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആളുകൾക്ക് താല്പര്യമുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, വളരെ പ്രസിദ്ധമായ പാട്ട്, സൗവർണികാമൃത വീചികൾ പാടും നിൻ്റെ സഹസ്രനാമങ്ങൾ, എല്ലാവർക്കും അറിയാമല്ലോ പാട്ട്. പ്രാർത്ഥനാ തീർത്ഥമാടും നിൻപദം തേടും നിൻ്റെ പാതാരവിന്ദങ്ങളും, അല്ല എൻമനം തേടും നിൻ്റെ പാതാരവിന്ദങ്ങൾ അമ്മേ. അങ്ങനെയാണല്ലോ പാട്ട് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് ആ പാട്ട്? ഇതിനൊരു എൻ റൈമിംഗ് ഉണ്ട്, ഒരു അവസാനത്തെ ഒരു റൈമിംഗ് ഉണ്ട് ഇതിന്. ഈ പാട്ടിൻ്റെ ഘടന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വേറെ രീതിയിലത് ഈ പാട്ട് ചൊല്ലാം, വേറെ രീതിയിലത് ചൊല്ലാം. എന്താണ്? ട്യൂണ് മറന്നേക്കുക. സൗവർണികാമൃത വീചികൾ പാടും നിൻ്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എന്മനം തേടും നിൻ്റെ പാതാരവിന്ദങ്ങൾ. അതിൻ്റെ ഒരു റൈമിങ് ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്.
സൗവർണികാമൃത വീചികൾ പാടും നിൻ്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എന്മനം തേടും നിൻ്റെ പാതാരവിന്ദങ്ങൾ. അതാണ് വരി. അപ്പോൾ ഇത് നമ്മൾ സ്ട്രക്ചർ ചെയ്തിങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആഹ്ലാദമുണ്ട്. ആ ഒരു റൈമിങ് മീറ്റർ അതിനെടുത്ത് മ്യൂസിക്കലായിട്ടുള്ള ചില സംഗതികൾക്ക് വേണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവരാൻ അമ്മയെ ചേർത്തപ്പോൾ എൻ്റെ റൈമിങ് പോയി എന്നെനിക്കിപ്പോഴും പരാതിയുണ്ട്. അമ്മ എന്നുള്ളത് ഒറിജിനലി ഇല്ലായിരുന്നു. അമ്മയുണ്ട് അവിടെ, അങ്ങനെയല്ല അവിടെ സന്നിവേശിപ്പിക്കേണ്ടത്. അത് രണ്ടാമതൊരു വിളിയാണ്. ഈ റൈമിങ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അമ്മയെ എന്ന് വിളിക്കേണ്ട വിളിയാണ് വേണമെങ്കിൽ. അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു, അത് എനിക്ക് മാത്രം അറിയാമെന്നുള്ള സ്വകാര്യമായ പരാതികളാണ് കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഈ പാട്ട് എഴുതിയത്? ഇത് പിന്നെ മദ്രാസിലെ ചെന്നൈയിലെ പാംഗ്രോവ് ഹോട്ടൽ, രാത്രി 10-നും 3 മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ്. സമ്മർദ്ദം ഉണ്ടായിരുന്നോ? ഇത് സമ്മർദ്ദം പിറ്റുന്ന റെക്കോർഡിങ്ങിലെ ട്യൂണിങ് കമ്പോസിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? രവീന്ദ്രനാണ്. നല്ല മ്യൂസിക് വെർസറ്റൈൽ മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ ഇതിന് ട്യൂണിട്ട് തരരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ട്യൂണിട്ടാൽ നമുക്കതിൻ്റെ നമ്മളങ്ങോട്ട് ഒരു തരം ഈ ചേരാത്ത കുപ്പായം ഇട്ടതുപോലെ ടൈറ്റായി പോകും. വളരെ ടൈറ്റായിട്ട്. വടക്കൻ വിലാതയിലെ പാട്ട് ട്യൂണിട്ട് എഴുതിയതല്ല അല്ലേ? രവിക്ക് ട്യൂണിൻ്റെ ആവശ്യമില്ല. അയാൾ ഇഷ്ടം പോലെ അങ്ങനെ ഒരു എന്താണ് ട്യൂണുകളുടെ ഒരു സാഗരമാണ്. എത്ര ട്യൂൺ വേണമെങ്കിലും ഇടും. ഇത് ഇഷ്ടമില്ല അടുത്ത ട്യൂണില്ല. ഇവിടെ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരു ട്യൂൺ കൊള്ളില്ല, വേറെ ഒന്നും കൂടെ നോക്കാൻ പറയാൻ അവർക്ക് ദേഷ്യം വരും. ഇങ്ങനെ 12 ട്യൂണാണ് എൻ്റെ ചന്ദ്രല്ലേ സുഗന്ധത്തിനിട്ട് വെച്ചത്. കാരണം ഞാൻ ചരണം കൊടുക്കാൻ താമസിച്ചതുകൊണ്ട് വളരെ ക്വയറ്റായിട്ട് വൈകിട്ട് ചെന്നപ്പോഴത്തേക്ക് ഐ ഹാവ് മേഡ് സം 12 ട്യൂൺസ് ബിക്കോസ് ഐ ഹാഡ് ലോട്ട് ഓഫ് ടൈം. അതാണ് ചന്ദ്രനിലെ സുഗന്ധം. എത്ര നേരം കൊണ്ട് എഴുതിയതാണ് അത്? ആ പാട്ടിൻ്റെ 2-3 ആയുസുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ പല്ലവി ഉണ്ടല്ലോ, അത് എനിക്ക് വളരെ അനായാസമായി വന്നതാണ്. അത് കാരണം നമ്മുടെ മനസ്സിലൊരു ചിത്രം വരുന്നു, അതാണ് അവിടെ പറയേണ്ടതെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ ചരണത്തിൽ വന്നപ്പോൾ കുറച്ചുകൂടെയൊക്കെ ആദ്യം എഴുതിയെങ്കിലും പിന്നെ അതിന് ഇമ്പ്രൂവ്മെൻറ്റിന് കുറച്ച് സമയമെടുത്തു. 2 ചരണവും ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് ഏറെ സമയമെടുത്തു. ആദ്യത്തെ വളരെ നൈസർഗികമായിട്ട് വന്നതാണ് ചന്ദ്രനിലെ സുഗന്ധം. അതിൻ്റെ തിരക്കഥാകൃത്തായ MT വാസുദേവൻ എന്ന ഈ പാട്ടിനെ കുറിച്ച് എന്താ? അദ്ദേഹമാണ് ഇതിനെ വാസ്തവത്തിൽ എന്നെ കൊണ്ട് അത് പിന്നെയും ഇമ്പ്രൂവ് ചെയ്യിക്കണമെന്ന് പറഞ്ഞത് MT തന്നെയാണ്. വേറെ ആരും ഒരു പക്ഷേ നമ്മളോട് പറയാത്തതുമായിരിക്കും കേട്ടോ. MTക്ക് പിന്നെ അതിനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉള്ളതുകൊണ്ട് പറയും എന്നോട് യു ക്യാൻ ഡു ബെറ്റർ എന്നാണ് പറയുക. അത് മോശമാണെന്ന് പറയുന്നില്ല, ഉള്ള ഒരു പാട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജയകുമാറിന് ഇനി നന്നാക്കാൻ പറ്റും. ഇനി അവരെന്താണ് ഇതിനകത്തൊരു നന്നാകായിക അതൊന്നുമില്ല. അത് പ്ലെയിനായിപ്പോയി. ഡയറക്റ്റായിട്ട് പറയണ്ട, ഒന്നും തിരിച്ചിട്ട് അത് ഇൻഡയറക്റ്റായിട്ട് വന്നല്ലാന്ന് എനിക്ക് ഇത്രയല്ലേ MT പറയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നേരിട്ട് നീ ഒരു സുന്ദരിയാണെന്നൊന്നും പറയണ്ട. അത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചൊരു പ്രതീകാത്മകമാണ്. ഒരു അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് മാറ്റണം. നീ എന്തിനാണ് എന്നെ നോക്കിയെന്നല്ല, തൊഴുത് മടങ്ങുമ്പോൾ കൂവളപ്പുമൊഴി മറ്റേത് ദേവനെ തേടി, നീ എന്നെ തേടി വന്നു പറഞ്ഞു, നീ ഏത് ദേവനെ തേടി വന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കൺസീൽമെൻറ്റിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. MT അതേ ഉദ്ദേശിച്ചുള്ളൂ. പ്ലെയിൻ ആവേണ്ട ഒന്നും കുറച്ചൊരു ഡെപ്ത് വന്നതാണ്. അത് അങ്ങനെ ഞാനത് ഉൾക്കൊണ്ട് തന്നെ എഴുതുകയും ചെയ്യും. ഏറ്റവും മികച്ചതെന്ന് തോന്നാവുന്ന എപ്പോഴും ഒരു ആത്മസംതൃപ്തി തരുന്ന എത്രത്തോളം സിനിമാ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്? കവിതകൾ ഞങ്ങളെപ്പോലുള്ള വായനക്കാർക്ക് അറിയാം. അല്ലല്ല, സിനിമാ പാട്ടുകളിൽ ചിലതൊക്കെ നമുക്ക് നല്ല ആത്മസംതൃപ്തി കിട്ടിയ പാട്ടുകളുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ആ പാട്ടുകളൊന്നും പ്രസിദ്ധമായിക്കൊള്ളുന്നില്ല, കാരണം ഓഡിയൻസിന് ചിലപ്പോൾ അതായിരിക്കില്ല വേണ്ടത്. പക്ഷേ എനിക്കിപ്പോൾ ഉദാഹരണത്തിന് പിന്നെ എന്താണ് സായന്തനങ്ങൾ വീശിയില്ല എന്ന പാട്ട്, ഒഴിവ് കാലത്തിലെ പാട്ട്, ഭരതൻ സംവിധാനം ചെയ്ത പത്മരാജൻ്റെ പടം, ജോൺസനും ഞാനും കൂടെ ചെയ്തത്, അത് എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉരുവായ പാട്ട് എന്ന് ഞാൻ ഉറന്നു വന്ന പാട്ട്. അതിൽ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നീലാഞ്ജന ദ്യുതി മങ്ങിയില്ല, ശ്രീമതി പക്ഷികൾ സാധകം ചെയ്യും ഈ സാമഗാനത്തിൽ അലിയാൻ, പ്രാണനിൽ വിങ്ങും അചുംബിത മൗനം, ചിറകുകൾ തേടും മൗനം. ഇപ്പോൾ നമ്മൾ പാട്ട് എഴുതാൻ പോയിട്ട് അചുംബിതം എന്നൊക്കെ പറഞ്ഞാൽ സാറേ ആൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിക്കൂടെ എന്ന് ചോദിക്കും. അത് കാലം മാറിപ്പോയി. അന്നതല്ല, അന്ന് വയലാറിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുന്ന സമയമല്ലേ, നല്ല നല്ല പദങ്ങൾ കയറും പാട്ടിൽ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ വളരെ ലളിതമായിരിക്കണം. അതുകൊണ്ട് ഇപ്പം അങ്ങനെ എഴുതാനായിട്ട് ആളുകൾ പറയാറില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. നമ്മൾ എഴുതുന്നുണ്ട്, നമ്മളെല്ലാം ഇതൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പം തന്നെ എനിക്ക് ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയ 2 പാട്ടുകളുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ക്രിട്ടിക്സ് അവാർഡ് എനിക്ക് കിട്ടിയത് 3 പാട്ടുകൾക്കാണ്. അത് സിനിമ ഒന്ന് പുറത്തിറങ്ങിയിട്ടില്ല, ഴ എന്നൊരു സിനിമ, ഴ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഴ? അത് 2-3 ചുഴിപ്പ് ഇങ്ങനെ പോയി തിരിച്ചു വരുന്ന ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ ഇങ്ങനൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തിനാണ് ഈ ഴ എന്ന്? അപ്പോൾ അത് ഴ പോലെ
അങ്ങനെ താഴോട്ടിറങ്ങിയും മുകളിലിറങ്ങിയും ജീവിതത്തിനൊരു നിർവചനം കൊടുക്കുക സംവിധായകൻ. അതെ അതെ, അത് രാവിലെ വന്നു. പിന്നെ എൻ്റെ അച്ഛൻ വാഴ വെച്ചു എന്നൊരു പടം. അല്ല, ഇപ്പോൾ ഈ വാഴ എന്നുള്ള വാക്ക് ഏറ്റവും ദുർബലനായ ഒരാളിനെ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരാളിനെ വെറും വാഴയാണ് എന്നൊരു പ്രയോഗം മലയാളം. അതുപോലെ പക്ഷേ പടത്തിന് അവാർഡ് കിട്ടി നമുക്ക്, പാട്ടിന് കിട്ടി. അപ്പോൾ ഞാൻ ക്രിട്ടിക്സ് അവാർഡൊക്കെ വന്നപ്പോൾ ഞാനതിൽ ചില ജൂറിയോട് ചോദിച്ചു, എന്നെ ചുമ്മാ സ്നേഹം കൊണ്ട് തന്നതാണ്. അല്ലല്ല സാറേ, അതിനകത്ത് ഈ ഞങ്ങൾക്ക് ലിറിക്സ് മനസ്സിലായ വേറെ പാട്ടുകളൊന്നുമില്ല. എനിവേ, ഈ പ്രണയം ഭാവ തീവ്രമാക്കുന്ന പാട്ടുകൾ എഴുതുമ്പോൾ അത് ഇപ്പം താങ്കളുടെ ആദ്യകാല പ്രണയങ്ങളെക്കുറിച്ചുള്ള മാധുര്യം നിറഞ്ഞ ഓർമ്മകളാണോ അതിന് ശക്തി പകരുന്നത്, അതോ സമകാലീന പ്രണയത്തിൻ്റെ ലഹരിയാണോ? ആ ചോദ്യങ്ങളിൽ ഒരുപാട് മുൻവിധികൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പണ്ട് പ്രണയം ഉണ്ടായിരുന്നെന്നും സമകാലികമായ പ്രണയം ഉണ്ടെന്നൊക്കെയാണ്. എനിക്ക് അന്ന് എൻ്റെ ഒരു കവിത ഉണ്ട് കേട്ടോ, അത് ഏത് സമാഹാരത്തിലെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിലെ വരികൾ പലതും ഉണ്ടെങ്കിൽ ഒരു വരി എനിക്കിപ്പോഴും മനസ്സിൽ കിടക്കുന്നത് അത് ഒരു സ്പിരിച്വൽ കവിതയാണ് കേട്ടോ, ഒരു റൂമി സ്റ്റൈലാണത്. പ്രണയമായ പ്രണയമൊക്കെയും ആ മഹാപ്രണയത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ മാത്രം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർക്ക് തങ്ങളിലുള്ള ആകർഷണം, ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള ആകർഷണം, അത് ആ ആകർഷണം ശരീരത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ അത് രതിയാവുന്നു, ഹൃദയത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രണയമാകുന്നു, ഇല്ലേ? അത് സാമൂഹ്യ ബന്ധങ്ങളിലൂടെ ആകുമ്പോൾ അത് മൈത്രിയാവുന്നു. അങ്ങനെയൊക്കെ പലതരത്തിലെല്ലാം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ആകർഷണമാണത്. ശരിക്കും ഈ ആകർഷണത്തിൻ്റെ റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നായിരുന്നൊരു പൊരുൾ രണ്ടായി പിരിഞ്ഞ് പിന്നെ ആ രണ്ടായത് ഒന്നാകാനുള്ള ഒരു ചോദന ഈ ജീവിതത്തിലും ഈ അണ്ടകടാഹത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ബിഗ് ബാങ് തിയറി തൊട്ടുണ്ട്. ബിഗ് ബാങ്ങിൽ ഒന്നായിരുന്നത്, ബിഗ് ബാങ്ങിന് മുമ്പ് ഒന്നായിരുന്നത് വിഘടിച്ച് വന്നു, മഹാസ്ഫോടനത്തിൽ വന്നു. ഇത് വീണ്ടും ഒന്നാവാനുള്ള പ്രേരണയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പുരുഷനും സ്ത്രീക്ക് അങ്ങോട്ടുള്ള ഒന്നായിരുന്നതിന് ഈ രണ്ടായി പിരിഞ്ഞു പോയി പിന്നെ ഒന്നാവണം. അത് ഭാസ്കര മാഷ പഴയൊരു പാട്ടുണ്ടല്ലോ, ഇപ്പോഴും നിന്നെ തിരയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപാരസുന്ദര നീലാകാശം എന്നുള്ള പാട്ടിനകത്ത് തന്നെ ഈ പ്രണയസങ്കല്പമുണ്ട്. ടാഗോറിലും ഉണ്ട് ഈ പ്രണയസങ്കല്പം. എനിക്ക് അവിടെ നിന്നായിരിക്കും എനിക്ക് തോന്നുന്നു ടാഗോർ ആയിരിക്കും, അവിടെ നിന്നാണ് എനിക്കത് കിട്ടിയത്. കാരണം അന്വേഷിക്കുകയാണ്, സമാഗമത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. പക്ഷെ സമാഗമം ഒരിക്കലും നടക്കുന്നില്ല. നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല. പുഴ കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പുഴയില്ല, കടലേ ഉള്ളൂ. പുഴയുടെ ഐഡൻറ്റിറ്റി പോകും എന്ന് പറയും. പക്ഷേ ഐഡൻറ്റിറ്റി പോകണം എന്നാണോ നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അതായിരിക്കാം. പക്ഷേ ഈ മെർജർ, ദ ഏർജ് ടു മെർജ്, ഇഫ് ഐ മെസ്സേജ്, അതാണ്. അപ്പോൾ ചോദ്യം ഇതൊന്നുമല്ല. ചോദ്യം ചോദിച്ചത് പൂർവ്വകാല പ്രണയവും സമീപകാല പ്രണയവുമാണ്. നമ്മുടെ ഒരു ജീവിത സ്നേഹമാണിതൊക്കെ. നമുക്കൊരാളോട് കാണുന്നു, ഒരു വ്യക്തിയോട് മാത്രമല്ല കേട്ടോ, ഒരു വ്യക്തിയോട് മാത്രമല്ല, പലപ്പോഴും ജീവിതത്തിനോട് തന്നെ എനിക്കൊരു പ്രണയമുള്ള ഒരാളാണ്. അത് ഒരു ലിംഗപരമായ വ്യത്യാസത്തിൻ്റെ ഒരു വിഷയത്തെക്കാൾ കൂടുതൽ യു ലൈക്ക് ടു ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ ഒരു അവസ്ഥകളോടുമൊക്കെ അത് ബന്ധപ്പെട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. യു സെസ്റ്റ് ഫോർ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ തമ്പാനൂരിലെ ലോഡ്ജിൽ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരുന്ന ആ കൗമാരം കഴിഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു കുട്ടി തന്നെ ആയിരുന്നു അന്നും. അത് ആലോചിക്കണം. അന്ന് നമുക്ക് പിന്നെ ഈ എന്താണ് എട്ടും പൊട്ടും തിരിയാത്ത പ്രായം എന്ന് പറയുന്നത് പോലെ ഇത് ചില അനുഭവങ്ങളിലൂടെ പോകുമ്പോഴാണല്ലോ നമുക്കിതിൻ്റെ ഒരു. പക്ഷേ ഈ ടാഗോർ എന്നേ ഉണ്ടായിരുന്നുണ്ടല്ലോ, ഈ നമ്മൾ സാധാരണ പ്രണയം എന്നൊക്കെ പറയുന്ന പിന്നെ ആ വികാരത്തിന് മറ്റ് തലങ്ങളുണ്ട് എന്നൊക്കെ എനിക്ക് അവബോധം. അന്ന് ഈ കോളേജ് കാലത്തും ടാഗോർ വായിക്കാറുണ്ട്. കോളേജ് BSc പഠിക്കുമ്പോൾ ടാഗോറില്ല, അതിന് ശേഷമാണ് MA കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ടാഗോർ എന്നിലേക്ക് സന്നിവേശിച്ചത്. ടാഗോറിനെ ഇത്രയും ഉപാസിക്കുന്ന ഒരു മലയാളിയെ അത്യപൂർവമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതി, അദ്ദേഹത്തെ ഗീതാഞ്ജലി പരിഭാഷപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ മിസ്റ്റിക് കവിതകളെ പിന്നെ പെയിന്റിങ്സ് ഉണ്ടായി, പെയിന്റിങ്സ് ഉണ്ട്, ഗീതാഞ്ജലി പെയിന്റിങ്സ് ഉണ്ടായി. അതിന്റെ ഗീതാഞ്ജലിയെ കുറിച്ചൊരു ഗീതാഞ്ജലിയിലേക്ക് ഒരു പ്രവേശിക എന്നൊരു പുസ്തകം. പിന്നെ അപാരതയോട് അനുരാഗപൂർവ്വം വിത്ത് ലവ്. അതെ, അപ്പോൾ ഇതെല്ലാം വിത്ത് ലവ് ആണ് കേട്ടോ. ഈ എറ്റേണിറ്റിയോട് എനിക്ക് പ്രണയമാണ്. അതെ, അതിനകത്ത് ഇത്തിരി റൂമി കൂടെ ചേർന്നിട്ടുണ്ട് കേട്ടോ. റൂമി ഏതാണ്ട് ഇതേ ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്ന ആളാണല്ലോ റൂമി. ആ റൂമിയുടെ ഒരു അസാധ്യമായൊരു പ്രയോഗം ഞാൻ പ്രസംഗത്തിലൊക്കെ ഇടയ്ക്ക് പറയും. നമ്മളൊക്കെ പറയുന്നത് എന്താണ്, പുഴയിലെ അല്ലെന്താണ് കടലിലെ വെള്ളം എടുത്തിട്ട് പറയും എന്താണ്, നീ കടലിലെ വെള്ളമല്ല, നീ സമുദ്രത്തിലെ ജലമല്ല, നീ ജലത്തിലെ സമുദ്രമാണ്.
അതാണ് നീ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഒരു ജലബിന്ദുവിനോട് പറയുകയാണ്. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? ഇത് ഈ സമുദ്രത്തിലെ ഭാഗമാണ് എന്നാണ്. നീ ഒരു സമുദ്രത്തിൻ്റെ കണമാണ് എന്നാണ്. നീ ഈ ജലഗണത്തിനുള്ളിലൊരു സമുദ്രമുണ്ടെന്നാണ് നീ. അതാണ് അതിനകത്തുള്ളൊരു ഫിലോസഫി ഭയങ്കരമല്ലേ. ഈ ഉദ്യോഗസ്ഥ മേധാവിയായി സെക്രട്ടേറിയറ്റിലിരിക്കുമ്പോൾ ഈ ദ്വന്ദ്ഭാവം ഉണ്ടാവാറുണ്ടായിരുന്നു? ഇല്ല, ഈ ദ്വന്ദ്ഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു വലിയ വൈരുദ്ധ്യമില്ലാത്ത ഒരാളാട്ടോ ഞാൻ. വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഔദ്യോഗിക ജീവിതം, ഇവിടെ ഞാൻ കർക്കശനും കുഴപ്പക്കാരനും അല്ല എന്താണ് ആയിട്ടുള്ള അരസികനും പിന്നെ ഫലിതം പറഞ്ഞാൽ ചിരിക്കാത്തവനും എൻ്റെ സ്റ്റേറ്റസിനെ പറ്റി സദാ നേരവും ചിന്തിച്ച് വശായിരിക്കുന്നവനും, അതങ്ങനെയും പുറത്തിറങ്ങുമ്പോൾ കവി, അങ്ങനെ ഒരു ദ്വന്ദ്വം എനിക്കില്ലായിരുന്നുള്ളതാണ് വാസ്തവം. ജോലി ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യും, ചിലപ്പോൾ കർക്കശവും കാണിച്ചേക്കാം. പക്ഷേ അടിസ്ഥാനപരമായി ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ്, ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ പറയുന്നുണ്ട്, സാറേ അന്നത്തെ സംഭവം സാറിന് ഓർമ്മയുണ്ടോ, നമ്മളൊരു അധ്യാപകനെ രക്ഷപ്പെടുത്തി കൊടുത്തത്. ഇങ്ങനെ ഒരുപാട് കഥകൾ ഞങ്ങൾക്ക് തങ്ങളിലൊക്കെ പറയാനുണ്ട്. അത് വേണമെങ്കിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. വേണ്ട, അയാൾക്ക് ഗുണം കിട്ടട്ടെ എന്ന് പറഞ്ഞ് എത്ര ഞാനൊന്നും പിന്നെ അന്ന് കുറിച്ച് വയ്ക്കുകയോ എനിക്കൊരു ആത്മകഥ എഴുതേണ്ടി വരുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ. പക്ഷേ എത്ര ഫയലുകളിൽ എന്തെല്ലാം നമ്മൾ മനുഷ്യനനുകൂലമായിട്ട് നിയമം വിട്ടൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു മനുഷ്യനെ സ്പർശിക്കാൻ സാധിക്കുമോ? സാധിക്കും. ഈ ഉദ്യോഗമൊന്നും അതിന് വിരുദ്ധമല്ല. പക്ഷെ പലപ്പോഴും പറയാറുണ്ടല്ലോ, എങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് അത് വരും. പ്രബുദ്ധത കൂടിയവരാണ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയാറുണ്ട്. അതെന്താ കാരണം എന്ന് പറയും, എൻ്റെ ഹൃദയത്തിൽ പ്രണയമില്ല. അവന് സേതുവിനോട് മാത്രമേ പ്രണയം പറഞ്ഞില്ലേ, പണ്ട് സുമിത്ര പറഞ്ഞില്ലേ, എം ഡി പറഞ്ഞതുപോലെ സേതുവിന് എന്നും ഒരാളോട് സ്നേഹം ഉണ്ടായിരുന്നുള്ളത് സേതുവിനോട് മാത്രം എന്ന് പറഞ്ഞതുപോലെ ഞാനിതെങ്ങാനും ഒപ്പിട്ടാൽ എനിക്ക് കുഴപ്പമാവോ? എന്നാൽ ഒപ്പിടാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ, അവിടെ വെച്ചേക്കും. ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഒരുത്തർ കൊടുക്കാൻ പറഞ്ഞാൽ നിയമവിരുദ്ധമാണെന്ന് നിന്നെ ആരെങ്കിലും പരിശോധിക്കും. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് അധികാരം തന്നിരിക്കുന്നത് ടു ഡിസൈഡ് ഇൻ ഫേവർ ഓഫ് ദ പേഴ്സൺ. അയാൾക്ക് അർഹതയുള്ളതെങ്കിൽ ആ റൂള് അയാൾക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനം ചെയ്ത് കൊടുക്കുക. അതിനല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഈ നോ എഴുതാനാണോ, ഒരു കാര്യം ചെയ്യാതിരിക്കാനാണോ എനിക്ക് ശമ്പളം തരുന്നത്? എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഔദ്യോഗിക ജീവിതവും എൻ്റെ ക്രിയേറ്റീവ് ജീവിതവും തമ്മിൽ അടിസ്ഥാനപരമായി വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്ന് ഞാനിപ്പോൾ ബോധ്യപ്പെടുകയാണ്. എനിക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ്. എന്നിലെ മനുഷ്യനും എന്നിലെ കലാകാരനും തമ്മിൽ വലിയ വൈരുദ്ധ്യമൊന്നുമില്ല. എന്നിലെ ഉദ്യോഗസ്ഥനും എന്നിലെ കവിയും തമ്മിൽ വലിയ വൈരുദ്ധ്യമില്ല എന്ന് മാത്രമല്ല, ഈ ഉണർന്നിരിക്കുന്ന ഒരു കവി, ഇനി നീ ഉറങ്ങുക ഞാൻ ഉണർന്നിരിക്കാമെന്ന് ശാർഗിക പക്ഷികളിൽ ONV പറയുന്നത് പോലെ ഉണർന്നിരിക്കുന്ന ഒരു കവി ഉണ്ടെങ്കിൽ ആ കവി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആ കവി എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ജാഗ്രതയായിട്ടിരിക്കുന്നുണ്ട്. പുറമേ ഇറങ്ങുമ്പോൾ കവിത എഴുതുമ്പോൾ മനുഷ്യത്വവും, അധികാരം വിനിയോഗിക്കുമ്പോൾ നീ ഒരു ഭീകരനും, അത് ശരിയാവില്ല. അതെനിക്ക് ആത്മനിന്ദ വരും. അതുകൊണ്ട് എനിക്ക് വേറൊരു വലിയ ഗുണമുണ്ട്. ആത്മപ്രശംസയിലേക്ക് പോരുമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ശ്രേണീബദ്ധമാണല്ലോ, ഹയറാർക്കിയാണ്. ഞാൻ ഈ ഹയറാർക്കിയെ ലംഘിച്ച് തോളത്ത് കൈയിട്ട് കാപ്പുടിക്കാനൊന്നും പോരില്ല. ഐ റെസ്പെക്ട് ദ ഹയറാർക്കി. പക്ഷേ മനുഷ്യനും എന്നുള്ള നിലയിൽ എനിക്ക് ഹയറാർക്കി പ്രശ്നമല്ല. അയാൾക്കൊരു പ്രശ്നം വന്നാൽ, അയാൾക്കൊരാവശ്യം വന്നാൽ, ഒരു വ്യക്തിപരമായ തലത്തിൽ എനിക്ക് എൻ്റെ ഏറ്റവും താഴത്തെ ലെവലിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനോ ഒന്നും ഒരു വൈഷമ്യം ഉണ്ടായിട്ടില്ല. കാരണം എന്നിലെ കവി മനുഷ്യരോടൊപ്പം സഹവസിക്കുകയും അവൻ്റെ സുഖദുഃഖങ്ങളിൽ സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത് നടക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് കവിത എഴുതാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ കവിത എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കവിത എഴുതിയിട്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ടാഗോറിനെയും നമ്മൾ ഇടയ്ക്ക് അനുസ്മരിച്ചു. കുറച്ചുകൂടി ടാഗോറിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ടാഗോർ പറഞ്ഞു, ഒരു വരിയുണ്ടല്ലോ, താങ്കൾ തന്നെ പരിഭാഷപ്പെടുത്തിയതിൽ ഞാൻ വായിച്ചാണ്, പാടണമെന്നോർത്ത ഗാനം ഇതുവരെ ഞാൻ പാടിയിട്ടില്ല. അഴിക്കും മുറുക്കിയും ഞാൻ ഇനിയും കാത്തിരിക്കുകയാണ്. അതെ, ഇനിയും അങ്ങനെ സ്വന്തം കാവ്യ ജീവിതത്തിൽ ഈ വാചകത്തെ നമുക്ക് ചേർത്ത് വെക്കാം. തീർച്ചയായിട്ടും. എനിക്ക് എപ്പോഴും വിചാരിക്കും, ഞാനിതുവരെ കുറേ കവിതകൾ എഴുതി. ഏതാണ്ട് 12 കവിതാ പുസ്തകങ്ങളും 10-30 അല്ലാത്ത പുസ്തകമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും നല്ല കവിതകൾ ഇനി പിറക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണെന്നങ്ങനെ പറയാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. നമ്മൾ കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ സെൻസിറ്റിവിറ്റി മച്വറാവുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്കുണ്ടാകുന്നൊരു പരിപ്രേക്ഷ്യവും പണ്ടുണ്ടായിരുന്ന ഒരു ഇളക്കം
ഒന്ന് അല്ല, ജീവിതത്തെ കുറച്ചുകൂടെ വിഭിന്നമായിട്ട് നോക്കി കാണാൻ ശ്രമിക്കും. അത് ഇനിയാണ് എൻ്റെ കവിതകൾ വരുന്നത്. ഇതുവരെ എഴുതിയതൊക്കെ ഈ പറഞ്ഞ പോലെ വരാനിരിക്കുന്ന കവിതകളുടെ മുന്നൊരുക്കം മാത്രം എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അതിന് ആയുസ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ടാഗോറിന് എസ്രാ പൗണ്ടും യേറ്റ്സും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കവികളുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കാവ്യലോകത്ത് അതിന് കൂടുതൽ പ്രചാരം ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്തു. കെ ജയകുമാറിന് അങ്ങനെ അത്തരം സുഹൃത്തുക്കളുണ്ടോ? ഒരർത്ഥത്തിൽ ഞാനിപ്പോൾ ഉദ്യോഗത്തിലൊക്കെ ഇരുന്നു, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട്, ഡൽഹിയിലൊക്കെ ബന്ധമുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ ഇന്ന് വരെ വാസ്തവം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കരുനീക്കങ്ങൾക്കും ഞാൻ മുതിർന്നിട്ടില്ല. ഇപ്പോൾ ഈ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കണം അങ്ങനെ മുതിർന്നവർക്കാണ് പലതും കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ചിലപ്പോൾ എനിക്ക് ഒരു സിനിക്കലായിട്ട് തോന്നി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇത്രയും സിനിമാ പാട്ടുകൾ എഴുതിയല്ലോ, 130 മറ്റു പടത്തിൽ എഴുതി, 450-500 പാട്ടുകൾ എൻ്റേതായിട്ടുണ്ട്. എല്ലാം കേമം അല്ലായിരിക്കാം, പക്ഷേ എത്രയോ വർഷങ്ങളിൽ എൻ്റെ പടങ്ങൾ വന്നിട്ട് എനിക്ക് ഈ സർക്കാരിൻ്റെ ഒരു നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് ആരോടും പറഞ്ഞിട്ടുമില്ല എനിക്ക് തരണമെന്ന്. കിട്ടുന്ന സമയത്ത് വരും. സാഹിത്യ അക്കാദമി ഈ 12 പുസ്തകം കവിതാ പുസ്തകം ഉണ്ട്, വേറെ എനിക്കാരും തന്നില്ല. സാഹിത്യ അക്കാദമി എന്നിട്ട് വിളിച്ച് വേറൊരു സമഗ്ര സംഭാവന പുരസ്കാരം തന്നു, ഞാൻ വാങ്ങിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ കവിതകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊരു സമഗ്ര സംഭാവന പുരസ്കാരം തന്നു. അക്കാദമിയിൽ വാങ്ങിച്ചു വെച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള ദോഷം എന്നറിയോ, ഇനി നീ എന്തെഴുതിയാലും അത് കിട്ടിക്കഴിഞ്ഞു. അക്കാദമിയുടെ വരാന്തയിലോട്ട് പോകേണ്ട കാര്യമില്ല, മനസ്സിലായ? ആ ഏരിയയിൽ കണ്ടുപോകരുത്. അതുപോട്ടെ, നമ്മൾ അവാർഡിന് വേണ്ടിയിട്ടല്ലല്ലോ എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ബന്ധങ്ങളൊന്നും ഉപയോഗപ്പെടുത്തുകയോ അല്ല, ടാഗോർ ഉപയോഗപ്പെടുത്തിയെന്നല്ല, ടാഗോറിനെ ചരിത്രം അവിടെ കൊണ്ട് നിർത്തി. അതെ അതെ, ടാഗോറിനെ ചരിത്രം അവിടെ കൊണ്ട് നിർത്തിയതാണ്. നമ്മളൊന്നും അത്രയും മഹാന്മാരൊന്നും അല്ല. പിന്നെ നമുക്ക് അർഹതപ്പെട്ടതൊക്കെ വരും. എന്താണ്, ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവ്വം ഉപേക്ഷണീയം എന്നൊരു ശ്ലോകമില്ലേ? വരേണ്ടതൊക്കെ നമുക്ക് വരേണ്ടത്, പോവേണ്ടതൊക്കെ ഗതം സർവ്വം, അത് ഉപേക്ഷിക്കാനുള്ളത് പോകും, വരേണ്ടതെല്ലാം വരും. ഈ ഉദ്യോഗസ്ഥ ജീവിതത്തിലെ കേരളത്തിൽ എന്നും ഡിബേറ്റ് ചെയ്യപ്പെടുന്ന 2 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ഉന്നതമായ പദവി വഹിക്കുകയും താങ്കൾ ഇടപെടുകയും ചെയ്തു. ഒന്ന് ശബരിമല, 2 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ നിക്ഷേപം. ഇത് എപ്പോഴും വാർത്തയിൽ വലിയ പ്രാധാന്യമുള്ളതാണ്, ന്യൂസ് വാല്യുള്ള കാര്യങ്ങളാണ്. ആ അനുഭവങ്ങൾ പറയാമോ? ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ പരിശോധിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ. ആദ്യമായിട്ട് നിലവറയിൽ ഇറങ്ങിയത് ഞാനാണ്. എന്ന് വെച്ചാൽ ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ഓക്സിജനൊക്കെ അടിച്ച് കുറച്ച് നേരം തുറന്നൊക്കെ ഇട്ട്, കാരണം അടച്ചു കിടക്കുന്ന സെല്ലറാണ്. അപ്പോൾ എൻ്റെ കൂടെ 2 ജഡ്ജസാണ്, ജസ്റ്റിസ് കൃഷ്ണനും ജസ്റ്റിസ് രാജനും. അവരെന്നെക്കാളും വന്ന് പ്രായം കൂടുതലുണ്ട്, എന്നെക്കാൾ കുറച്ചുകൂടെ പ്രായം. ഞാൻ പറയും ഐ ആം ദ യങ്ങസ്റ്റ്, ഞാൻ ഇറങ്ങാം. എന്നിട്ട് നമ്മൾ പിന്നെ ലൈറ്റൊക്കെ കാണിച്ച് ഫയർഫോഴ്സുകാർ വന്നത് ഓക്സിജൻ ഇതൊക്കെ അടിച്ചു തോന്നും, കാരണം കാർബൺ മോണോക്സൈഡ് അടിച്ച് എത്തുപോരുന്നില്ല. അങ്ങനെ നമ്മൾ ലൈറ്റെല്ലാം കാണിച്ച് അകത്തിറങ്ങി ആദ്യമായിട്ട് ഇറങ്ങുകയാണ്. ഒരു ചെറിയ കല്ലറയാണത്, ശരിക്കും സെല്ലറാണ്, കൽഭിത്തികളാണ്. നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല, എൻ്റെ ഹൈറ്റിൽ നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല, തല കുമ്പിട്ട് തന്നെ നിൽക്കണം. അങ്ങനെ കുമ്പിട്ട് നിന്ന് നമ്മൾ എത്ര കാൽപ്പെട്ടി ഉണ്ടെന്നൊക്കെ എണ്ണുന്നു. മുകളിലത്തെ കാൽപ്പെട്ടിയൊക്കെ എടുത്ത് കൊടുത്തു, അവർ മുകളിൽ കയറ്റി. ഞാൻ തന്നെയാണ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരാളെ കൂടെ കൂട്ട് വിളിച്ചു താഴെ കൊടുത്തു. അവസാനത്തെ കാൽപ്പെട്ടികൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെയെല്ലാം ഉളുത്ത് പോയിട്ട്, ഈ ഉളുത്ത് പോകുമല്ലോ, അതൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ മരം, അതിൻ്റെ കൂടെ കോയിൻസും മുത്തും മണിയൊക്കെ കിടക്കുന്നുണ്ട്, മണിപ്രവാളം അങ്ങനെ കിടക്കുകയാണ്, അവിടെ കിടക്കുന്നുണ്ട്. സ്വർണം കോയിൻസ് ഉണ്ട്. ഇതൊക്കെ ഉളുത്ത് പൊട്ടിപ്പോയിട്ട് താഴത്തെ പെട്ടിയിൽ നിന്ന് അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ അതെല്ലാം തൂത്തുവാരി കളയാൻ പറ്റുമല്ലോ, ഇതിനകത്ത് രത്നങ്ങളില്ല. അത് മുകളിൽ ജഡ്ജിൻ്റെ മേൽനോട്ടത്തിൽ ഇതായിരിക്കണം, ആയിരിക്കണം. അപ്പോൾ എനിക്കാ ജോലിയല്ല, ഇനി ഇവിടെ വാരിക്ക് ഒരു കൊടുത്താൽ മതി. അങ്ങനെ 3-4 ദിവസം അതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ പോളിഷ് ചെയ്ത് കൊടുത്തു. അവിടെ ഇരുന്ന് ആരും അങ്ങനെ അധികം പേരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല, ഇത് വളരെ ലിമിറ്റഡ് അല്ലേ, ആദ്യമായിട്ട് കാണുകയല്ലേ. അപ്പോൾ ഈ പത്മനാഭൻ്റെ ഇട്ട ഒഡിയാണ് മാല, ശരപ്പുളി മാലയാണ് കൂടുതൽ ആളുകൾ സമർപ്പിക്കുന്നതാണല്ലോ. പത്മനാഭസ്വാമിയുടെ സൈസ് രൂപം എന്ന് പറയുന്നത് 18 അടി പറ്റില്ലേ. അപ്പോൾ വളരെ നമ്മളെക്കാൾ 3 ഇരട്ടി സൈസല്ലേ ഹ്യൂമൻ ബോഡിയേക്കാൾ. നമുക്ക് 6 അടി ഉള്ളെങ്കിൽ പത്മനാഭസ്വാമിയുടെ ആയിട്ടിൽ 18 അടിയാണ്. അപ്പോൾ നമുക്ക് ഇത്ര ഒരു മാല വേണമെങ്കിൽ സ്വാമിക്ക് ഇത്രയും വേണം. അത് മനുഷ്യനെടുത്തുകൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ എല്ലാം. പിന്നെ അന്നത്തെ കാലത്തെ ഒരു സമൃദ്ധി ഞാനത് ഇത് മനസ്സിലാക്കി. ഇപ്പം നമ്മൾ കയ്യിലൊരു ഡയമണ്ട് മോതിരം ഇടണമെങ്കിൽ വലിയ പാടാണ്, ഒരുപാട് കാശ് പോകും ഇല്ലേ. എന്നാൽ ഈ ഓരോ ഇപ്പോൾ പത്മനാഭസ്വാമിക്ക് കൊടുത്തിരിക്കുന്ന ഒഡിയാണ്,
അങ്ങനെ ഒന്ന് രണ്ട് ഒട്ടിയാണല്ലോ, അനേക ഒട്ടിയാണങ്ങളാണ് കേട്ടോ, ഒരിക്കൽ ചേർത്തിട്ട് സമർപ്പിക്കുകയാണല്ലോ. ഈ ഓരോ ഒട്ടിയാണോ വളരെ വലുതാണ്. ഇതിലൊക്കെ തന്നെ ഡയമണ്ട്സാണ്, റൂബി, ഡയമണ്ട്സ്, മരതകമാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്റ്റഡി ചെയ്തിട്ടുള്ള സാധനം അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് പിന്നെ ഇത് കണ്ട് കണ്ണഞ്ചിയില്ല എനിക്ക്. നമുക്കിപ്പോൾ സ്വാമിയുടെ ഈ സാധനമൊക്കെ സ്പർശിക്കാൻ സാധിച്ചല്ലോ. ഇത്രയും കാലം ഇത് പിന്നെ ഭഗവാന്റേതാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് സൂക്ഷിച്ച് വച്ചല്ലോ. ഒരു നിലവറ കൂടി ഇറങ്ങാനില്ലേ? ഇനിയുണ്ട്, ഇനി അത് തുറന്നിട്ടില്ല ഇതുവരെ. അല്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഞാൻ അതിനെപ്പറ്റി സ്പെക്കുലേറ്റ് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല. ഒരാളെനിക്ക് ഒരു സിനിമ എടുക്കാനായിട്ട് സ്ക്രിപ്റ്റ് എഴുതാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആ പ്രോജക്റ്റിൽ നിന്ന് മാറിക്കളഞ്ഞു. കാരണം അതിനകത്ത് ഒരുപാട് വിശ്വാസങ്ങളുടെയും പിന്നെ ഒരു തലമുറകളുടെ യുക്തിരാഹിത്യത്തിൻ്റെയും ചരടുകൾ ചേർന്ന് കിടക്കുന്ന, നിഗൂഢത നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടുന്ന ചില ഭംഗികളുണ്ട് അതിൽ. എനിക്കത് തുടർന്നില്ല. അത് നിഗൂഢ എല്ലാം പറയണമെന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം നമുക്കറിയാമോ? നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കോശത്തിൻ്റെ രഹസ്യം നമുക്കറിയാമോ? ചില നിഗൂഢതകൾ ഇരിക്കട്ടെ, അതെൻ്റെ വ്യക്തിപരമായ ഒരു സംഗതിയാണ് കേട്ടോ. എനിക്കതിൻ്റെ ആ നിഗൂഢത അവിടെ കിടക്കട്ടെ എന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഒരു അഡ്വാൻസ് കിട്ടിയ തുക ഞാൻ തിരിച്ചു കൊടുത്തു. ഈ നിലവറയെ പറ്റി ഒരു ഫാൻറ്റസി സബ്ജക്റ്റ് എഴുതാനായിട്ട് ഒരാൾ വന്നു, എനിക്ക് 1,00,000 രൂപ അഡ്വാൻസ് വന്നു. ഞാൻ ഔട്ട്ലൈനൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ അന്തരാത്മാവിലിരുന്ന് ഒരു ശബ്ദം പറയുന്നത്, നീ വിട്ടേക്ക്, നിനക്ക് പറ്റിയ പണിയല്ല. അപ്പോൾ എനിക്ക് തോന്നിയത് സ്വാമി തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചെയ്തില്ല. 1,00,000 രൂപ തിരിച്ചു കൊടുത്തു. 1,00,000 രൂപ അപ്പോൾ തന്നെ തിരിച്ചു കൊടുത്തു. ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, വേറെ ആരോ ചെയ്യുന്നു പറഞ്ഞ് ഞാൻ പറയും എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അത് വേണ്ട, എനിക്കതിനാ നിഗൂഢത നിൽക്കട്ടെ. ഈ നിഗൂഢത നിലനിൽക്കട്ടെ എന്നുള്ളത് കൊണ്ടാണോ ആ കമ്മിറ്റി മറ്റേ നിലവറയിലേക്ക് പോകാതിരുന്നത്? അല്ല, അത് കാരണം അത് മറ്റേ അറയിലേക്ക് പോകാതിരുന്നത് തികച്ചും പ്രായോഗികമായിട്ടുള്ള കാര്യം കൊണ്ടാണ്. കാരണം ഒന്ന്, അതിന് താക്കോലില്ല. നമ്മൾ പെട്ടെന്ന് പോയി അങ്ങ് തുറക്കാൻ പറ്റുന്നൊരു താക്കോലില്ല. അത് സീൽഡാണ്. പണ്ട് തുറന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അത് അക്ഷരപ്പൂട്ടാണെന്ന് പറയുന്നു. എന്താണ് അക്ഷരപ്പൂട്ട്? അക്ഷരപ്പൂട്ടെന്ന് പറഞ്ഞാൽ ചില മന്ത്രോച്ചാരണങ്ങളോട് കൂടി എന്തോ ചെയ്താൽ മാത്രമേ അത് തുറക്കാൻ പറ്റൂ. പിന്നെ അതിനകത്ത് വേറെ വല്ല നമുക്ക് അറിഞ്ഞുകൂടാത്ത പിന്നെ ഗൂഢമായിട്ടുള്ള ലിപികളോ എന്തോ കൊണ്ട് അത് തുറക്കാൻ അന്നറിയാമായിരുന്നിരിക്കണം, ഇപ്പോൾ അറിഞ്ഞുകൂടാ. ആ അറിവില്ല ഇപ്പോൾ. അങ്ങനെയുണ്ടല്ലോ. അത് അന്നത്തെ രാജാക്കന്മാർക്ക് പല പല വേലകളുണ്ടല്ലോ. അത് പൂട്ടാനുള്ള അക്ഷരപ്പൂട്ട്. ഇതിനോടൊക്കെ കണക്ട് ചെയ്തൊരു സർപ്പസങ്കല്പം ഉണ്ട്. സർപ്പസങ്കല്പം, യക്ഷിസങ്കല്പമൊക്കെ ഉണ്ട്. പക്ഷേ പ്രായോഗികമായ പ്രശ്നം അതല്ല. ഇത് നമുക്ക് പൊട്ടിക്കാൻ വിഷമമൊന്നുമില്ല. നമുക്ക് കട്ടർ വെച്ചിട്ട് ഈ നമ്മൾ വെൽഡ് ചെയ്യുന്നില്ലേ, മറ്റേ ഈ കട്ടർ വെച്ചിട്ട് ചെയ്യാം. ഡോറ് വെട്ടിയെടുക്കാം. ഡോറ് വെട്ടിയെടുത്താൽ നമുക്കതിൻ്റെ ആർക്കിടെക്ചറോ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പറ്റിയോ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് ഡിസൈനും പ്ലാനും ഒന്നും ഇല്ലല്ലോ. ഒരുപക്ഷെ നമ്മളിതിനകത്ത് കയറി അവിടെ വല്ലതും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത് ഭഗവാന്റെ അടിയിൽ മറ്റുമാണ് കേട്ടോ. ഈ ഐഡലിന് വല്ലതും സംഭവിച്ചു പോയാൽ ആരും ഉത്തരം പറയും. ഒരു ക്രാക്ക് വീണാൽ ആരും ഉത്തരം പറയും. അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്നതാണ് ബുദ്ധി. ഇപ്പോൾ ആ ബി നിലവറയിലേക്കകത്ത് എന്താണ് എന്നറിയാത്തത് കൊണ്ട് ഇവിടെ വല്ല കുഴപ്പമുണ്ടോ? അതാണ് ഞാൻ പറയും, ചില നിഗൂഢതകളായി ഇരിക്കുന്നതാണ് യുക്തിഭദ്രം. ചില അയുക്തികളുണ്ട്, അതങ്ങനെ വിടുക. ഈ അച്ഛൻ്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് മകൻ പഠിച്ചത് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പഠിച്ചു. നെഗറ്റീവായിട്ട് പഠിച്ചത് എൻ്റെ അമ്മയുടെ സങ്കടത്തിൽ നിന്നാണ്. കാരണം സ്ഥിര വരുമാനം വേണമെന്നുള്ളത് മസ്റ്റ്. പക്ഷേ അച്ഛൻ വളരെ സക്സസ്ഫുൾ ആയ ഒരു സംവിധായകനാണ്. അമ്മ അതൊക്കെയാണ് 100-ലേറെ പടങ്ങൾ ഒരു വർഷം തന്നെ 8-10 പടങ്ങൾ. ഒക്കെ തന്നെ അദ്ദേഹം തെന്നിന്ത്യയിലെ ഒരു വലിയ പിന്നെ സംവിധായകനായി ശോഭിച്ച ആൾ തന്നെ. ഞാൻ തന്നെ അച്ഛനെ പറ്റി ഡോക്യുമെൻ്ററി ഒക്കെ എടുത്തു. പക്ഷേ ക്യാഷ് ഫ്ലോ ഈസ് എ പ്രോബ്ലം. അമ്മ പറയുന്നത് ഒരു വീട്ടിൽ 1-ാം തീയതി രാവിലെ കാശ് വരണം, അല്ലാതെ എപ്പോഴെങ്കിലും ഇതിനെ 4 ഇരട്ടി കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ല. കൃത്യമായ കാശ് 1-ാം തീയതി കിട്ടിയാൽ ജീവിതത്തിന് ചിട്ടയുണ്ടാവും. ഈ പല്ലവി ഞാൻ കേട്ടാണ് വളരുന്നത്. അതേസമയത്ത് ഈ പൈസ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയില്ല, അത് നമ്മൾ പുളിശ്ശേരിയാകും. മനസ്സിലായില്ലേ? അതൊരു സിനിമ ശൈലിയാണത്. ഇപ്പോൾ ഉള്ളവരങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ അവൾ വളരെ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഈ പ്രതികരണങ്ങൾ കൊണ്ടാണ് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാവുന്നുള്ള ഞാൻ തീരുമാനിച്ചു. അതിനുശേഷം മതി സിനിമയുമായിട്ടുള്ള ബാന്ധവം എന്ന് ഞാൻ തുടക്കത്തിലെ മനസ്സിൽ അറിയാതെ കുറിച്ചിട്ടതാണ്. അതുകൊണ്ടാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ജോലി എന്നാൽ പിന്നെ IAS നോക്കിക്കളയാം എന്ന് എൻ്റെ ഒരാളിങ്ങനെ പറയുന്നത്. അല്ലാതെ നമ്മുടെ വീട്ടിൽ IAS കാരൊന്നും ഇല്ലല്ലോ, ഞാനാണല്ലോ ആദ്യത്തെ.
ഈ അച്ഛൻ അന്ന് സിനിമാ വിശേഷങ്ങളൊക്കെ വന്ന് പങ്കുവെക്കാറുണ്ട്. കൃഷ്ണപക്ഷം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അച്ഛന് ഇഷ്ടപ്പെട്ട എല്ലാവരെ പറ്റിയൊന്നും അച്ഛൻ പറയില്ല. പറയും ഇപ്പോൾ ശിവാജി ഗണേശനെ പറ്റിയൊക്കെ പറയും, അവിടുന്ന് കേട്ട കാര്യങ്ങളൊക്കെ പറയും, എംജിആറിനെ കണ്ടത് പറയും, പ്രേം നസീറിൻ്റെ കാര്യങ്ങളൊക്കെ പറയും, അടുത്ത സിനിമയെ പറ്റി പറയും. പിന്നെ ഒരുപാട് തമാശകൾ അച്ഛൻ പറയും. ഈ ഒരു നടൻ, ഒരു അച്ഛൻ പറഞ്ഞ സ്ഥിരമായിട്ട് പറയുന്നൊരു തമാശയുണ്ട്. ഒരു നടൻ, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, വെള്ളം ഭയങ്കര മദ്യപാനമാണ്. അപ്പോൾ അയാളെ പോയി ചോദിച്ച്, മോനെ അച്ഛൻ വന്നില്ലേ വീട്ടിലെന്ന് ചോദിക്കും. രാവിലെ ആരെങ്കിലും അപ്പോൾ മക്കൾ പറയും അച്ഛൻ വന്നോ വന്നില്ല, അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നില്ല. ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ ചില സ്ഥിരം വലുത്. അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നില്ല, എന്നെ കൊണ്ടുവരികയാണ് എല്ലാ ദിവസവും. അതുപോലെ വേറൊരു വലുതും പറയാൻ പാടുണ്ടെന്ന് അറിഞ്ഞു. ഒരാൾ കല്യാണം കഴിച്ചു, ഒരു നടി അന്നത്തെ കാലത്ത്. അപ്പോൾ അച്ഛൻ മറന്നു പോയുള്ള കല്യാണത്തിന് പോയില്ല. അടുത്ത സെറ്റ് വെച്ച് കണ്ടപ്പോൾ അയ്യോ എൻ്റെ കല്യാണം ഞാൻ മറന്നു. പറവല്ല സാർ, അടുത്തത് നെക്സ്റ്റ് ടൈം കേൾക്കാം. ഇതൊക്കെ അച്ഛൻ്റെ ചില നമ്പറുകളാണ് കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ അച്ഛനോട് ഈ ജയകുമാർ എന്ന് പറയുന്ന കുട്ടി ഈ ഇത്തരം താരങ്ങളെയൊക്കെ കാണണം അങ്ങനെയൊന്നും ഒരു ആസക്തി എനിക്കില്ല. ശരിക്കും അന്നും ഇന്നും ഈ താരപ്രഭയോട് വയലാർ രാമവർമ്മയെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പ്രേം നസീറിനെ ഒരു താരമായിട്ടല്ല ഞങ്ങൾ കണ്ടിരിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ ഒരു സ്വന്തം ആൾ എന്നുള്ള നിലയ്ക്കാണ്. അല്ലാതെ താരപ്രഭയില്ല. എനിക്ക് അന്നും ഇതിനകത്ത് പോയാൽ നമ്മൾ KP ഉമ്മർ വലിയ സ്വന്തം ആളായിരുന്നു. അങ്ങനെയൊക്കെ ചില ആളുകളെല്ലാം പോയിട്ടുണ്ട്. മിക്കവാറും വെക്കേഷനൊക്കെ സിനിമയായിരുന്നു. ഇപ്പോൾ ഖദീജ എന്നുള്ളൊരു സിനിമ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ കൊച്ചായിരിക്കുമ്പോൾ 1964 നെഹ്റു മരിക്കുന്ന 64 അന്ന് നമ്മൾ കന്യാകുമാരിയിലെ ഷൂട്ടിങ്ങാണ്. എന്താണ് കറുത്ത കൈ, പാലപ്പൂവിൻ പരിമള വേഗം കാറ്റേ കുഞ്ഞിക്കാറ്റ് എന്ന പാട്ട് ഷീല ഇങ്ങനെ സ്റ്റുഡിയോ ബേക്കർ കാറിൽ കെട്ടിവലിക്കുകയാണ്. കാറ് ഷീലയ്ക്കന്ന് ഓടിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ അപ്പം കെട്ടിവലിക്കുന്ന വണ്ടിയുടെ ബാക്കിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. വണ്ടി പോകുന്നു, പാലപ്പൂവിൻ പരിമള വേഗം കാറ്റേ കുഞ്ഞ്, ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടി നിർത്തി, പിന്നെ ഇവിടെ കൊണ്ടിട്ട് നിർത്തി, പിന്നെ ബാക്ക് ഡ്രോപ്പ്. അപ്പോൾ ഈ പടമെടുപ്പ് എന്താണ് അതൊക്കെ പോകും. ഞങ്ങൾ എല്ലായിടത്തും പോയിട്ടുണ്ട്. പിന്നെ അഗ്നിമൃഗം ഷൂട്ടിങ്ങിന് പോയി. ഖദീജയുടെ സെറ്റിൽ ഞാൻ 2-3 ദിവസം നിന്നു, ചുമ്മാ കാണാൻ വേണ്ടിയിട്ട്. പടമെടുപ്പ് എന്താണെന്ന് കൂടെ ഒരുപാട് സെറ്റുകളിൽ പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ സിനിമാ താല്പര്യം രൂപപ്പെട്ടത് അങ്ങനെ? സിനിമാ താല്പര്യം എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക തുടങ്ങിയ താല്പര്യം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ കുട്ടിയെ അഭിനയിക്കാൻ വിടുമെന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല, അന്ന് എനിക്ക് ഞാനൊരു തത്തോലി പോലെ ഒരാളെ എൻ്റെ ആരും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇല്ല എനിക്ക് അഭിനയം ഒരിക്കലും എൻ്റെ ഒരു സിനിമയുടെ ഗ്ലാമർ ആരൊക്കെയോ പറഞ്ഞിട്ടില്ലേ ഒരു റോൾ ചെയ്യണമെന്ന്? ആരൊക്കെയോ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊരു പരസ്യത്തിൽ അഭിനയിക്കാതെ അവർ അഭിനയം എൻ്റെ പണിയല്ല. അപ്പം അങ്ങനെയൊക്കെ പോവും. പക്ഷെ അന്നും എനിക്ക് വയലാറിനെ കാണണം, ദേവരാജ മാഷെ കണ്ടാൽ കൊള്ളാം. വയലാറിനെ കണ്ടു. പിന്നെ കണ്ടു. അച്ഛൻ വയലാറിൻ്റെ കൈപ്പടയൊക്കെ അച്ഛൻ കൊണ്ടുവരും. അത് അന്ന് എഴുത്താണ് നമുക്ക് ഇഷ്ടം കേട്ടോ. സംവിധാനം ചെയ്യണമെന്ന് അന്നും മോഹമില്ലായിരുന്നെങ്കിൽ അത് ഉള്ളിൽ എവിടെ കിടക്കുന്നുണ്ട്. അതിപ്പം ഇപ്പോൾ സാർത്ഥകമാവും. പുതിയ പടം ചെയ്യുന്നുണ്ടോ? എത്രത്തോളമായി? സ്ക്രിപ്റ്റായി ഒരു പ്രൊഡ്യൂസറുമായി, നടിയുമായി. പക്ഷെ അനൗൺസ് ചെയ്യാറായിട്ടില്ല. ഇത്തിരി കൂടെ ചില കൊച്ചു പ്രശ്നങ്ങൾ. ഞാൻ ആക്ച്വലി അത് വിഷുവിന് തുടങ്ങണം എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ട് ചിങ്ങം 1 തുടങ്ങാം, അനൗൺസ്മെൻറ്റ് വരും. അതൊരു സോഷ്യൽ ചിത്രമാണ്, ഒരു റിയലിസ്റ്റിക് ചിത്രമാണ്. അത് പറയണമെന്നൊരു ബ്യൂറോക്രാറ്റായിട്ടുള്ള എനിക്ക് തോന്നി. അതിനെ പിന്നെ പറയാം. അതിലേക്ക് വരും. ജഗതി ശ്രീകുമാറിൻ്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ബോട്ടണി, ഞാൻ സുവോളജി, സെയിം കാലം. പക്ഷെ മലയാളത്തിൽ ഒരുമിച്ച് വരും. അല്ല, ജഗതി ശ്രീകുമാറിനെ കുറിച്ച് ഇതിനകത്തൊരു കവിത എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ കാലത്തെ പറ്റിയാണ്. ജഗതി ശ്രീകുമാർ നീ തിരിച്ചു. അതെ, അതിനകത്തെ പിന്നെ കാലം മാറിയ 60 കഴിഞ്ഞ നമ്മുടെ തൊലിക്ക് വാർദ്ധക്യത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് മാർക്വേസ് പറഞ്ഞതിനാൽ അങ്ങനെ ഒരു ഗന്ധമുണ്ടായി വന്നതും നിന്നെ ഞാൻ അറിയിക്കുന്നില്ല. അത് വളരെ കാലത്തിന് ശേഷം ആ സ്നേഹത്തിനെ ഓർത്തെടുക്കുന്ന രീതിയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷെ കാലത്തിൻ്റെ മാറ്റങ്ങൾ പറയാനുള്ള ഒരു ഫ്രെയിമാക്കി അതിനെ മാറ്റും. കാരണം അയാൾക്ക് ഒരു പൂർണ്ണമായൊരു ബോധമില്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ഒരുപാട് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് ഞാൻ IAS കിട്ടിയതിന് ശേഷവും നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഡൽഹിയിലോ മദ്രാസിലോ ഒക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുമല്ലോ. അപ്പോൾ ഇവനാണെങ്കിൽ പുസ്തകം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഹരീഷ് ശ്രീകുമാർ. ഞങ്ങൾ കോളേജിൽ വെച്ച് തന്നെ വലിയ ദോസ്തുകളാണ്, വെറും ദോസ്തല്ല. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ശ്രീകുമാറിൻ്റെ വക ചില പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരെയൊക്കെ വിളിച്ച് വരുത്തി തയ്യാറായിക്കൊണ്ട് വരും. ഇവനെപ്പറ്റി ഇന്നത് പറയണം. ഊണ് കഴിച്ചിട്ട് ഞങ്ങൾ കൂടും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ ഞങ്ങളൊക്കെ താഴെ ശിഷ്യന്മാർ, ഇവനാണ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുക. എല്ലാവരെയും പറയും. അപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ഒരു പടം, താലപ്പൊലി എന്നൊരു പടം റിലീസ് ചെയ്തു.
പടം കൊള്ളില്ല. അപ്പോൾ ഡേക്ക് വാ എന്നെ വിളിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ പടം മാറിപ്പോയി അല്ലേ. ഇവർ എന്തോന്ന് അല്ല തല്ലിപ്പൊളി എന്നൊരു സിനിമയ്ക്ക് താലപ്പൊലി എന്ന് പേരിട്ട് ഇവിടെ കളിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള വേലകളാണ് തല്ലിപ്പൊളി അല്ലേ. പിന്നെ അങ്ങനെയൊക്കെ പല കഥകളുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ വെച്ച് കാണുമ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു. അയാൾ വലിയ ആളായി, ജഗതി വലിയ നടനായി, ഞാൻ IAS കാരനായി. ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ സ്ഥിരം പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് കാണും. അപ്പോൾ അന്നൊക്കെ നമുക്ക് മാറി മാറിയൊക്കെ ഇരിക്കുക. ഇന്നത്തെ പോലെ വലിയ പൈസ കൊടുത്തുള്ള സീറ്റല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അടുത്തിരിക്കും. ഇവിടുന്ന് മദ്രാസ് വരെ ഞാൻ ചിരിക്കും. എന്ത് പറഞ്ഞാണ് ചിരിപ്പിച്ചൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. പക്ഷേ അളിയാന്ന് കൂടെ വിളിക്കും. അപ്പോൾ എൻ്റെ കൂടെ വരുന്നവർ, എൻ്റെ ജൂനിയർ ഓഫീസേഴ്സ്, ലൈസൻസ് ഓഫീസർമാരായിട്ട് ഇവിടെ പ്രോട്ടോക്കോളുകാരൊക്കെ എന്നെ കയറ്റി വിടാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആകെ ഒരു അക്ഷമയാണ് കേട്ടോ. നമ്മുടെ സാറിനെ ഇയാൾ അളിയാന്ന് വിളിക്കുന്നു, തോളത്ത് തട്ടുന്നു, തോളത്തൂടെ കൈയിടുന്നു, അങ്ങേരാണെങ്കിൽ ഇത് കൂട്ടച്ചിരിക്കുന്നു. എനിക്ക് ജഗതി ശ്രീകുമാറും ഞാനുമായിട്ടുള്ള ബന്ധം പഴയ ഞങ്ങളെ മാറി വാലിയൻസ് ബന്ധം തന്നെയാണ്. അവസാന കാലം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജഗതിയുടെ എല്ലാ ഉയർച്ച താഴ്ചകളിലും ഞാൻ പോയി കണ്ടിട്ടുമുണ്ട്. അവർ കൊടമ്പാക്കത്ത് ഏറ്റവും ചെറിയൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി കണ്ടു. എനിക്ക് വലിയ സങ്കടവും തോന്നി. ഇവരിങ്ങനെ ജീവിക്കേണ്ടവരല്ലോ. വളരെ ഒരു ചെറിയൊരു വീട്ടിൽ എനിക്ക് ആഹാരവും വലിയ ഉണ്ടാക്കി തോന്നി. അന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതായിരിക്കും. ഇവർ രണ്ടുപേരും ഇങ്ങനെ കഴിയേണ്ടവരല്ല. ഇവരുടെ രണ്ടുപേരുടെ വീട് നമുക്കറിയാം. ഒന്ന് കൈരിക്കര ഫാമിലി, മറ്റൊരു ജഗതി NK ആചാര്യ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അച്ഛൻ്റെ സ്ഥിരം ആളാണ്, സ്വന്തം ആളാണ്. ശ്രീകുമാറാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചത്. ഇവൻ ഇങ്ങനെ ഇവിടെ ഇരിക്കും. ഇവനാണെങ്കിൽ അതുല്യനായ കലാകാരൻ, നമുക്ക് അന്നേ അറിയാം. ഇവനെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ CG രാജേന്ദ്ര ബാബു ഞാനും കൂടെ നാടകം കളിച്ച കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് പിന്നെ ഈ പെൺവേഷം കെട്ടുന്നത് രവി വള്ളത്തോളാണ്. ഇവർ ട്വിൻസ്, അവരൊരുമിച്ചാണ്. ഇവർ സ്റ്റേജ് കയറിയ ഫസ്റ്റ് പ്രൈസ് അവർക്ക്. ചേട്ടാ ഇങ്ങനെയുണ്ട്. എപ്പോൾ നോക്കിയാലും ജഗതി ശ്രീകുമാർ, രവി വള്ളത്തോളും. ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ആക്ട്രസ് അല്ല, ആക്ടർ ഫീമെയിലും. അപ്പോൾ ഞാൻ നമ്മുടെ CG രാജേന്ദ്ര ബാബു, അവൻ്റെ അച്ഛൻ ബാബുവിൻ്റെ അച്ഛൻ CG ഗോപിനാഥ് നാടകകൃത്താണല്ലോ, പീപ്പിൾസ് തിയേറ്റേഴ്സ്. അപ്പോൾ രാജേന്ദ്ര ബാബു പിന്നെ മലയാളം യൂണിവേഴ്സിറ്റി മലയാളത്തിൻ്റെ പ്രൊഫസറായി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ബാബു ഞാനും കൂടെ പറഞ്ഞു, നമുക്ക് ഇപ്രാവശ്യമേ നമുക്ക് ഇവന്മാരെ തോൽപ്പിക്കണം. നമ്മുടെ അച്ഛന്മാർ 2 കലാകാരന്മാരില്ല, നമുക്ക് എഴുതാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നൊരു അത്യാധുനികമായൊരു നാടകം എഴുതുകയാണ്. എഴുതുന്നു, ഗംഭീരമായ നാടകം. ഞാൻ പെൺവേഷം. എന്നെ നശിപ്പിച്ച ഒരു എഴുത്തുകാരൻ അവൻ്റെ നരകത്തിൽ യമൻ കൊണ്ടിടുന്നിടത്ത് കഥ ആരംഭിക്കും. അപ്പോൾ ഞാൻ നേരത്തെ അവിടെ ഉണ്ട്, ആര് പെണ്ണ്. അപ്പോൾ നിങ്ങളിവിടെ എന്ന് പറഞ്ഞ് കഥ തുടങ്ങി ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അപ്പോൾ നരകത്തിൽ വെളുത്ത സാരിയാണല്ലോ. അപ്പോൾ ഞാൻ വെളുത്ത സാരിയെല്ലാം ഉടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അവിടെ നിൽപ്പുണ്ട്. ഇവനെ കൊണ്ടിടുന്നു. ഇവനവിടെ കൂനിപ്പടച്ചിരിക്കുന്നുണ്ട് ബാബു. നിങ്ങളിവിടെ. അപ്പോൾ ഇവന് യാതൊരു ഡയലോഗും വരുന്നില്ല. അവനാണ് എഴുതിയത് കേട്ടോ മുഴുവൻ. പക്ഷേ അദ്ദേഹം ഇടയ്ക്ക് എങ്ങോട്ടോ മുങ്ങി, എങ്ങോട്ടോ പോയി വന്നപ്പോൾ ഒരു ഡയലോഗ് ഓർമ്മയില്ല. ഞാൻ പിന്നെ എങ്ങോട്ടോ പോകാൻ നിർത്തിയില്ല. അയ്യൊക്കെ എനിക്ക് മേക്കപ്പ് കൂടുതലുണ്ടല്ലോ, പെണ്ണല്ലേ, എല്ലാം ഒക്കെ വെച്ച് കെട്ടിയൊക്കെ ചെയ്യണ്ടേ, തലയൊക്കെ. ഒരു ഓർമ്മയുമില്ല. അപ്പം ഞാൻ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറഞ്ഞു കൊടുത്തു, പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങുള്ളിൽ ഏതും അനക്കമില്ല. അപ്പോഴത്തേക്ക് പിള്ളേർക്ക് മനസ്സിലായി ഇവിടെ എന്തോ കുഴഞ്ഞു. അപ്പോൾ ഉടനെ വിളിച്ച് പറയാൻ തുടങ്ങി. അവസാനം ഇടടാ കർട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പണിക്കരച്ചൻ. അന്ന് ഞങ്ങളുടെ പണിക്കരച്ചൻ്റെ പേര് കേട്ടാലേ ഞങ്ങൾക്ക് വിറയലാണ്. അച്ഛൻ രംഗത്ത്, നരകത്തിൽ അച്ഛൻ എത്തി. ഇടടാ കർട്ടൻ, ഇവനെയൊക്കെ ആരടാ പിടിച്ച് സ്റ്റേജിൽ കയറ്റി. അങ്ങനെ കർട്ടൻ ഇടുന്നു. ഞങ്ങൾ അപമാനിതരായി ഇറങ്ങി പോകുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങുന്നു. ഇതിനെക്കുറിച്ച് അയ്യോ പിറ്റേന്ന് പറഞ്ഞിട്ട് അവനിനി പറയാൻ ബാക്കിയല്ലതുണ്ട്. പക്ഷെ നമ്മളത് ആസ്വദിച്ചു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചിരിക്കുകയല്ലേ. അത് കുറച്ച് ദിവസം വലിയ ക്ഷീണമായിപ്പോയി. അപ്രാവശ്യം ജഗതി ശ്രീകുമാറും രവി വള്ളത്തോളും 1ാം പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ ഒരു ശ്രമം ചീറ്റിപ്പോയി. അതൊക്കെ ഒരു രസം. ഇതൊക്കെ നമ്മളുടെ, ഞാനീ പറഞ്ഞ നമുക്കൊരു ജീവിത സ്നേഹമാണ് കേട്ടോ. ജഗതി ഇപ്പോഴത്തെ അവസ്ഥയിൽ ജഗതി ഞാൻ 2 തവണയെ കണ്ടിട്ടുള്ളൂ. എനിക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷേ അയാൾ ചിരിക്കുന്നുണ്ടെങ്കിലും റെക്കഗ്നിഷൻ്റെ സ്മൈലായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് അറിഞ്ഞു, ഞാൻ 2 തവണയെ കണ്ടുള്ളൂ. എനിക്ക് ഈ അവസ്ഥയിൽ അയാളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ മനസ്സിലൊരു ജഗതി ഉണ്ടല്ലോ, ഷാർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് 10 മൈൽ അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നൊരു ജഗതി എൻ്റെ മനസ്സിലുണ്ട്. അത് ക്യാമറയുടെ മുമ്പ് പറയാൻ പറ്റുന്ന കഥകളല്ല. നിങ്ങൾ ഈ ഇവിടുന്ന് ബസ്സിലാണോ അപ്പോൾ കൊണ്ടുവരുന്നത്? അല്ല, ഞാൻ വീട്ടിനടുത്താണ്. എനിക്ക് നടന്നു വന്നാൽ മതി. മണ്ണന്തലയാണ്. കോളേജിലേക്ക് നടന്ന് ഉച്ചയ്ക്ക് ചിലപ്പോൾ പോയി ഉണ്ണും ചെയ്യും. ചിലപ്പോൾ
ചിലപ്പോൾ പോയുള്ളൂ. മറ്റ് സുഹൃത്തുക്കളാരായിരുന്നു ആ ഗ്യാങ്ങിലുള്ള? ആ ഗ്യാങ്ങിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മുടെ തോപ്പിൽ വാസിയുടെ മകൻ അജയൻ അവിടെ ഉണ്ടായിരുന്നു, ഈ ബാബു ഉണ്ടായിരുന്നു, പിന്നെ കുറേ നല്ല നല്ല കുട്ടികളുണ്ട്. അവരൊക്കെ ഡോക്ടേഴ്സായിട്ട്. എൻ്റെ കൂടെ 27 പേര് BSc സുവോളജിക്ക് പഠിച്ചതിനകത്ത് 15 പേര് ഡോക്ടറായി, 16 പേര് ഡോക്ടറായി. ഒരാൾ കസ്റ്റംസിൽ പോയി മരിച്ചു പോയവരുണ്ട് 3-4 പേര്. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയില്ലയോ. അന്ന് പ്രൊഫസർ ജോർജ് ഓണക്കൂർ സാർ മലയാളം പഠിപ്പിക്കലാണ്. സാർ ഞങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജാണ് മലയാളം. മലയാളം അന്ന് BA മെയിൻ ഇല്ല അവിടെ. പക്ഷേ എങ്കിലും സാർ ഞങ്ങൾ വളരെ കാര്യമായി നോക്കി. എനിക്ക് സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് ആ സമയത്ത് സാറിനോട് തന്നെയാണ്. ഞാൻ പുസ്തകം എഴുതാനും ആശാൻ്റെ മാനസപുത്രിമാരുടെ ആശാൻ്റെ മാനസപുത്രിമാർ എഴുതുന്ന സെക്കൻഡ് DScക്ക് പഠിക്കുമ്പോഴല്ലേ? അല്ല, സെക്കൻഡ് DScക്ക് പഠിക്കും. അത് BSc സെക്കൻഡ് ഇയർ, അത് സെക്കൻഡ് DSc. അപ്പോൾ ഇത്രയും ഹെവിയായ ഒരു വിഷയമാണല്ലോ അന്നത്തെ ആ 2ാം വർഷ BScക്കാരൻ എഴുതിയത്. അതെന്താണ് അതിന്? അത് ഈ ആശാനാണല്ലോ. ടാഗോറിനോടൊപ്പം എന്നെ കൊണ്ടു കിടക്കുന്ന ആശാനാണല്ലോ. ഇപ്പോൾ ഇവർ രണ്ടുപേരെ കൈപിടിച്ചല്ലേ ഞാൻ നടക്കുന്നത്. എന്തിനെനിക്ക് 2 പേരിൽ ഉത്തരവുണ്ട്. എനിക്ക് ഈ ചില കവികളെയൊക്കെ നമുക്ക് ഈ മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയും പോലെ അവരെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് വികസിക്കും. ആശാന് അതുപോലെയാണ് എനിക്ക്. ആശാനെ പറ്റി വായിച്ച് എനിക്കങ്ങ് പഠിക്കണം. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ടാഗോറും ആശാനും കൂടെയാണ് എന്നിലെ ഒരു കവിയെ രൂപപ്പെടുത്തിയത് കേട്ടോ. രാത്രി അതിൻ്റെ ഇരുളിൽ വെളിച്ചത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കാത്തുവച്ചിരിക്കുന്നത് പോലെ പലയിടത്തും പ്രയോഗിച്ചിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഗീതാഞ്ജലിക്കുള്ള ആമുഖക്കുറിപ്പിൽ അത് എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ചും. അത് ഈ നിഗൂഢ ഭംഗിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു മിസ്റ്റിക് ഭാവം അത് താങ്കളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മിസ്റ്റിക് തലം അല്ലേ? മിസ്റ്റിക് തലമുണ്ട്. അതുകൊണ്ടായിരിക്കാം ടാഗോറിനോട് ഇത്രയും ഒരു അദമ്യമായ ഇഷ്ടം. ടാഗോറിൻ്റെ മിസ്റ്റിസിസം എന്താണെന്ന് വെച്ചാൽ അരബിന്ദോയെ പോലെയോ രമണ മഹർഷിയെ പോലെയുള്ള മിസ്റ്റിസിസം അല്ല. ഒരു കവിയുടെ മിസ്റ്റിസിസമാണ്, ഒരു ആത്മീയാചാര്യൻ്റെ മിസ്റ്റിസിസം അല്ല. അതെ, ശ്രീനാരായണ ഗുരു മിസ്റ്റിക്കാണ്. എന്നാൽ ടാഗോർ അത്തരത്തിലുള്ളൊരു മിസ്റ്റിക്കല്ല എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗുരുദേവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അണുവിലും അണ്ടകടാഹത്തിലും ഒരു ചൈതന്യത്തെ ആണ് എന്ന് പറയുന്ന ആശയത്തെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അനുഭവത്തിലൂടെ. അനുഭവമാണ്, ഒരു എപ്പിഫാനി എന്നൊക്കെ പറയും പോലെ. ഇപ്പോൾ രമണ മഹർഷി എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ശരീരബോധമില്ലാതെ. അദ്ദേഹത്തിന് ഇതൊരു വിഷയമല്ല. കാരണം ഈ സമസ്ത പ്രപഞ്ചത്തിലും അഖിലാണ്ട മണ്ഡലത്തിലും നിഹിതമായിരിക്കുന്ന ചൈതന്യമല്ലേ എൻ്റെ ഉള്ളിലെന്നുള്ളത് നമുക്ക് ബൗദ്ധികമായൊരാശയമാണെങ്കിൽ അദ്ദേഹം ഹി ലിവ്സ് ഇൻ ഇറ്റ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ അങ്ങനെ ജീവിക്കുന്ന ആളാണ് അല്ലേ? ടാഗോർ അങ്ങനെയല്ല. ഡിവൈൻ പ്രസൻസ് എവിടെയും അനുഭവവേദ്യമായി സൗന്ദര്യത്തിലൂടെ, ജീവിതത്തിൻ്റെ അനന്തതയിലൂടെ, വൈവിധ്യത്തിലൂടെയൊക്കെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ജീവിതത്തെ സ്നേഹിക്കുകയും വിശുദ്ധമാക്കി വയ്ക്കുകയും ചെയ്യുന്ന ഒരു ടാഗോറിയൻ മിസ്റ്റിസിസം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞാൻ ജീവിതത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രണയത്തെക്കുറിച്ച് പോലും അതിൽ പറയുന്നുണ്ട്. ആത്മീയതയിലെ പ്രണയവും പ്രണയത്തിലെ ആത്മീയതയുമാണ് ടാഗോർ. അതെ, കറക്റ്റ്. പ്രണയത്തിലെ ആത്മീയതയും ആത്മീയതയിലെ പ്രണയവും തന്നെയാണ്. കാരണം ആത്മീയതയിലെ പ്രണയം എന്തുകൊണ്ടാണ്? ദൈവം എന്ന് പറയുന്ന വിദൂരസ്ഥനും നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്നതുമായിട്ടുള്ളൊരു താടിക്കാരനല്ല. നമുക്ക് പ്രണയിക്കാനുള്ള നമ്മുടെ സ്വന്തം എന്നിലെ ഞാൻ എന്നൊക്കെ പറയില്ലേ. ഒരിടത്ത് ടാഗോർ പറയുകയാണ്, എൻ്റെ ഈ ഞാനെന്ന ബോധം അങ്ങ് പോകണം, നിന്നെ തിരിച്ചറിയാൻ മാത്രമുള്ള എന്നിൽ ഞാൻ അവശേഷിക്കട്ടെ. അതാണ് ടാഗോറിൻ്റെ മിസ്റ്റിസിസവും മറ്റവരുടെ മിസ്റ്റിസിസവും തമ്മിലുള്ള വ്യത്യാസം. ടാഗോറിന് നിന്നെ തിരിച്ചറിയാനുള്ള എന്നിൽ അത്രയും അംശം എന്നിൽ ഉണ്ടാകട്ടെ എന്ന് പറയണം. എങ്കിലേ കവിക്ക് ഈ പ്രപഞ്ചത്തെ അങ്ങനെ അതിൻ്റെ സമസ്ത സൗന്ദര്യത്തിലും അറിയാൻ പറ്റും. എനിക്കൊന്ന് താങ്കൾ വീണ്ടും എഴുതിയിട്ടുണ്ട്, മതാതീതമായ ദൈവസങ്കല്പത്തിൻ്റെ കാവ്യാത്മകമായ ആവിഷ്കാരം. കറക്റ്റ്. അതെ, അങ്ങനൊരു പ്രയോഗം. മതേതരമായ ആത്മീയതയുടെ കാവ്യാത്മകമായ ആവിഷ്കാരം എന്നെഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് ടാഗോർ. പിന്നെന്താണ്? അല്ല, അതുകൊണ്ടാണോ ഇതിന് സമാനമായി വരുന്ന ജിബ്രാനിലേക്കും റൂമിയിലേക്കും ഒക്കെ താങ്കൾ പോയത്? അത് എനിക്ക് തോന്നുന്നത് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള കവികളിലേക്ക് പോകാനൊരു കാരണം, നമ്മളെപ്പോഴും ഈ പരിഭാഷപ്പെടുത്തുന്നത് നമ്മൾ അസ്പയർ ചെയ്യുന്ന കവികളെയാണ്. നമ്മൾ കടന്നു വന്ന കവികളിൽ നമ്മളെക്കാളും മോശം നമുക്ക് പറഞ്ഞുകൂടാ. നമ്മൾ കടന്നു വന്ന ഘട്ടത്തിലുള്ള ഒരു കവിയെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല.
നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന തലത്തിലുള്ളൊരു കവിയെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ഒരു കവിയെ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ ഈ സ്റ്റേജ് കഴിഞ്ഞതാണ്, അതിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ് കേട്ടോ. അതെ അതെ. അപ്പോൾ ടാഗോറിനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിബ്രാനെ ചെയ്യുമ്പോൾ റൂമിയെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതായിത്തീരാനുള്ള എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ റൂമിയുടെ ഒരു ബയോഗ്രഫി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതകഥ, റൂമിയുടെ കഥ. എന്താണ് പുതിയതായിട്ട് റൂമിയിൽ കണ്ട കാര്യം? റൂമിയെ കുറേ കാലമായിട്ട് റൂമി നമ്മുടെ ഉണ്ട്, റൂമി എപ്പോഴും ഉണ്ട്. ടാഗോറിനോടൊപ്പം അല്ലെ ടാഗോറിന് പിന്നാലെ 40 വർഷമായിട്ട് ഉണ്ടാവുന്നു എന്നാണ് ഞാൻ അത്രത്തോളം ഞാൻ റൂമിയിൽ ആഴത്തിൽ പോയിട്ടില്ലെങ്കിൽ പോലും റൂമിയുടെ ഒരു പോയറ്റിക് പ്രസൻസ് ഉണ്ടല്ലോ, ഈ ഷംസുദ്ദീനുമായിട്ടുള്ള ബന്ധം. ഷംസുദ്ദീൻ നീ എവിടെ എന്നൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മളിലൊക്കെ ഒരു ഷംസുദ്ദീൻ വരണം, നമ്മളുടെ ഈ വേണ്ടാത്ത വസ്ത്രങ്ങളെടുത്ത് കളയാനും. പക്ഷെ അന്നത്തെ ഈ സദാചാര സങ്കല്പത്തിൽ ഷംസുദ്ദീനുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിന് അതൊക്കെ ഈ മത തലത്തിൽ ഈ ക്ഷുദ്രമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ട് മഹാന്മാരെ എപ്പോഴും സമൂഹം തല്ലിയിട്ടുണ്ട്. അത് ടാഗോറിന് നോബൽ സമ്മാനം കിട്ടുമ്പോൾ ബംഗാളിലായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ്. അത് സ്വാഭാവികമാണ്. അത് നെരൂദ പറയുന്നുണ്ട് ഒരിടത്ത് കേട്ടോ. നെരൂദയുടെ പേര് പല വർഷങ്ങളായിട്ട് നോബൽ സമിതി പരിഗണിച്ചു. പക്ഷേ ആ സമയമാകുമ്പോൾ ഒരുത്തൻ ഇങ്ങേരുടെ നാട്ടിൽ നിന്ന്, ചിലിയിൽ നിന്ന് സ്വീഡനിൽ പോയിട്ട് ഒരു പത്രം തുടങ്ങും, നെരൂദ എന്തുമാത്രം മോശക്കാരനാണെന്ന് എഴുതാൻ. നോബൽ പ്രൈസിൻ്റെ കാലം കഴിയും, പത്രം നീക്കും തിരിച്ചു പോരും. അപ്പോൾ അങ്ങനെ 4-5 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കിത് മനസ്സിലായി, ഒരാൾ ഇത്ര കഷ്ടപ്പെട്ട് ഒരാൾ മോശമെന്ന് പറയണമെങ്കിൽ ദാറ്റ് പോയറ്റ് മൈറ്റ് ബി ഗ്രേറ്റ്. അങ്ങനെ നെരൂദ, അങ്ങനെയാണ് അവർ നെരൂദയിലേക്ക് വരുന്നത്. അയാൾ മരിച്ചപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിയെന്ന് നെരൂദ വളരെ സരസമായിട്ട് പറയുന്നുണ്ട് ആത്മകഥയിൽ. എന്ന് പറഞ്ഞാൽ അതെപ്പോഴും അങ്ങനെയാണ്, അതിലൊന്നും കാര്യമില്ല. ഞാൻ താങ്കൾ ടാഗോറിനെ കുറിച്ച് എഴുതിയ കൂട്ടത്തിൽ നടത്തിയൊരു പരാമർശം വളരെ കൗതുകരമായിട്ട് തോന്നി. ഗീതാഞ്ജലി ആദ്യം അച്ചടിച്ചത് 750 കോപ്പിയാണ്. അതിൽ 250 കോപ്പിയായിരുന്നു ഫോർ സെയിൽ, ബാക്കിയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ അല്ലേ. ഇപ്പോൾ ലക്ഷക്കണക്കിന് കോപ്പികളാൽ ഈ ലോകം നിറഞ്ഞിരിക്കുന്ന ഒരു കൃതിയാണ്. എൻ്റെ തന്നെ 17 എഡിഷനാണ്. 17 എഡിഷനാണ് മലയാളത്തിൽ എൻ്റെ മാത്രം. അങ്ങനെ ആരുടെയൊക്കെ ഉണ്ട്, നിത്യചൈതന്യത്തിയുടെ ഉണ്ട്, ഒരുപാട് പേരുടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റൂമിയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ പിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ റൂമി ഒരുപാട് പുസ്തകങ്ങൾ കിട്ടിയിരിക്കും. റൂമിയെ പറ്റിയുള്ള റെയർ ബുക്സ് കുറേ കിട്ടിയിരുന്നു. ഒരാൾ ഇവിടെ ടർക്കി പോയപ്പോൾ എനിക്ക് കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ അതെല്ലാം വെച്ച് റൂമിയുടെ ഒരു ജീവിതകാലം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. റൂമിയെ അണ്ടർഗോ ചെയ്ത ഒരു മാനസികമായിട്ടുള്ള പരിവർത്തനം. ഇദ്ദേഹം ഒരു കൺവെൻഷണൽ മൗലാന ആയിരുന്നല്ലോ. അതെ, കൺവെൻഷണൽ മൗലാനയും വളരെ പോപ്പുലറുമായിരുന്നു. അന്നത്തെ പള്ളിയിലെ വളരെ മൗലാനയുടെ പ്രസംഗം കേൾക്കാനൊക്കെ അനേകം ആളുകൾ കൂടില്ല. ഫ്രൈഡേസ് ഈ ഷംസുദ്ദീൻ വന്നതോടുകൂടി ഈ ഷംസുദ്ദീൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പുസ്തകത്തിൻ്റെ ലൈബ്രറി കയറിയിട്ട് പുസ്തകങ്ങളെല്ലാം എടുത്ത് കൊളത്തിക്കൊണ്ടിട്ടു. ഈ ബുക്കിഷ് നോളജ് നിനക്ക് അപകടമാണെന്നാണ് പറയുന്നത്. പിന്നെ അതെടുത്ത് കൊടുത്തു എന്നും റിക്കവർ ചെയ്ത് കൊടുത്തു എന്നും വേറൊരു കഥ, ഉപകഥ. ഈ പള്ളിയിൽ നിന്ന് പോയി പ്രസംഗിക്കേണ്ട കാര്യമില്ല, നീ ഖുദയുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ മതി. ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് അദ്ദേഹത്തിന് പറ്റിയ കാര്യം. പിന്നെ എഴുത്തിന് വല്ല കുഴപ്പമുണ്ട്. ഇങ്ങനെ ഈ കറങ്ങി തൂണിൻ്റെ ചുറ്റും കറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഷംസുദ്ദീൻ റൂമിയുടെ സോൾമേറ്റ് ആയിരുന്നു. ഷംസുദ്ദീൻ ശരിക്കും പറഞ്ഞൊരു മിസ്റ്റിക്കാണ്, ഒരു ഫക്കീർ, ഒരു മിസ്റ്റിക് ഫക്കീറാണ്. ഇങ്ങനെ നടക്കുകയാണ്, വളരെ എക്സ്ട്രീം മിസ്റ്റിക്കാണ്. മിസ്റ്റിസിസത്തിൽ തന്നെ പലതുണ്ട്. ഹീ ഡസൻ കെയർ അബൌട്ട് സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതൊന്നും ഒരു വിഷയമല്ല അദ്ദേഹം. ഹീ ഈസ് ഇൻ മാഡ് എക്സ്റ്റസി ആഫ്റ്റർ ഗോഡ്. ദൈവാനുഭവത്തിൻ്റെ ഉന്മാദത്തിലാണ് ഷംസുദ്ദീൻ. റൂമി ആ അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് ഷംസുദ്ദീൻ അറിയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള കെട്ടുപാടുകൾ, കുടുംബത്തിൻ്റെ കെട്ടുപാടുകൾ കൊണ്ട് ഈ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കേണ്ട ഈ റൂമി ഇങ്ങനെ ഒരു കൊച്ചു വിളക്ക് ചിമ്മിനി കത്തിച്ചു വെച്ച പോലെ ഇരിക്കുന്നു എന്നാണ് ഷംസുദ്ദീൻ്റെത്. ആ ഒരു അനുഭവം, അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം ഈ പറയുന്ന പോലെ ദൈവത്തെ അറിയാനുള്ള പ്രണയം തന്നെയാണ്, ആ ഒന്നാകാനുള്ള പ്രണയം. ഞാൻ ആ കവിത ചുമ്മാ എഴുതിയല്ല. പ്രണയമായ പ്രണയമൊക്കെയും ആ പ്രണയത്തിനുള്ള മുന്നൊരുക്കങ്ങൾ മാത്രം. നമ്മൾ ജീവിതത്തിൽ 5-6 പ്രേമമൊക്കെ ഉള്ള മിക്കവാറും ആണുങ്ങൾക്കൊക്കെ കാണും. ഇതൊക്കെ റിഹേഴ്സലായിട്ടോ, ദിവ്യ പ്രണയത്തിൻ്റെ ആത്യന്തികമായ സമർപ്പണത്തിലേക്കുള്ള വഴികളാണ്, മുന്നൊരുക്കങ്ങൾ മാത്രം. ഇത് പറഞ്ഞാൽ ആരും നമ്മളെ ഇനി പ്രേമിക്കില്ല. വീട്ടിൽ പോയി പ്രായത്തിൽ ആരും നമ്മളെ പ്രേമിക്കില്ല. ഇത് നീ ട്രയൽ നടത്താനാണ് എന്നെ പ്രേമിക്കുന്നത്. ഇങ്ങനെയുള്ള കുസൃതി ചിന്തയും വേണം കേട്ടോ, എങ്കിലേ ജീവിതത്തിന് സന്തോഷമുള്ളൂ. പക്ഷേ റൂമിയേക്കാൾ ഖലീൽ ജിബ്രാനാണല്ലോ കൂടുതൽ
പോപ്പുലർ ആയതും അല്ലെങ്കിൽ കൂടുതൽ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്? അത് ജിബ്രാൻ അതിനെ ഒരു ജിബ്രാൻ ഈസ് മോഡേൺ 20th സെഞ്ച്വറി ആണല്ലോ. ജിബ്രാൻ നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് ജിബ്രാൻ പറയുന്നതൊക്കെ നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ജിബ്രാൻ ആണെങ്കിലോ യേശുവിലേക്ക് പോയിട്ട്, യേശു ആണല്ലോ ജിബ്രാൻ്റെ പ്രോഫറ്റ് എന്ന് പറയുന്നത്, യേശു ആണല്ലോ. അപ്പോൾ ഈ ക്രൈസ്റ്റിനെ ഒന്ന് റീഇൻവെൻറ്റ് ചെയ്ത് ആധുനിക കാലത്തിന് വേണ്ടി കൊണ്ടുവന്ന് ഒരു ക്രൈസ്റ്റിനെ വേറൊരു ഡയമെൻഷനിൽ നമ്മളുടെ മുമ്പിലാകെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ജിബ്രാൻ ഒരു ക്വിൻറ്റസെൻഷ്യൽ പോയിന്റ്. ജിബ്രാൻ്റെ കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടില്ലേ? പിന്നെ എന്തെല്ലാം ചെയ്തു? പ്രവാചകൻ ചെയ്തു, മനുഷ്യപുത്രനായ യേശു വന്നു. ഇപ്പോൾ വേറെ ഞാൻ 3-4 ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, ഇറക്കണം. ഇപ്പോൾ ഈ പഴയ പോലെ അങ്ങോട്ട് പുസ്തകം ഇറക്കാനുള്ളൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലല്ലോ. 4 പുസ്തകം ചെയ്ത് വെച്ചിരിക്കുകയാണ് ജിബ്രാൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് അല്ല, സെലക്റ്റഡ് വർക്ക്സ് എന്ന് പറഞ്ഞ് ഇറക്കാം. ജിബ്രാൻ്റെ ഒരു ബയോഗ്രഫി എഴുതി വെച്ചു. ജിബ്രാൻ്റെ സെലക്റ്റഡ് വർക്ക്സ് വന്നിട്ടുണ്ട്. ഞാനൊരു കംപ്ലീറ്റ് വർക്ക്സ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് DC ക്ക് വേണ്ടിയിട്ട്. സെലക്റ്റഡ് വർക്ക്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ എല്ലാം പരിഭാഷപ്പെടുത്തി ഒരു പുസ്തകം ഇറക്കാം. ഈ 2 പുസ്തകം നല്ലതായിട്ടോ. ജീസസ് ദ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രനായ യേശു. ഇപ്പോൾ അത് മാർക്കറ്റിലില്ല. എൻ്റെ നല്ല പരിഭാഷയാണ്. അപ്പോൾ അതിനകത്തൊക്കെ എന്താണെന്നറിയോ, അത് 67 പേര് 70 പേര് യേശുവിൻ്റെ സമകാലികർ, യേശുവിനോടൊപ്പം ജീവിച്ചിരുന്ന ജെറൂസലേമിലും പിന്നെ അവിടെയൊക്കെ ജീവിച്ചിരുന്ന 70 പേര് 67 പേര് അവരുടെ അഭിപ്രായം പറയാൻ യേശുവിനെ പറ്റി. വേറെ ഒന്നുമില്ല. അതാണ് എൻ്റെ സ്ട്രക്ചർ. അമ്മ മേരി പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, അന്നത്തെ പ്രഭാഷകരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്, യേശുവിനെ ശിക്ഷിച്ച പിലാത്തോസ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിലാത്തോസിൻ്റെ ഭാര്യ, യേശുവിൽ ആകൃഷ്ടയായിട്ടുള്ള പിലാത്തോസിൻ്റെ ഭാര്യ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര്. മഗ്ദലന മേരി പറയുന്നുണ്ട്. അപ്പോൾ മഗ്ദലനിലെ മേരി പറയുന്നത് ഒരു ഭാഗമാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത്. മേരി പറയുകയാണ്, ഒരു വസന്തഋതുവിൽ ഞാൻ എൻ്റെ ജാലകങ്ങൾ തുറന്നിട്ടപ്പോൾ കുന്നിൻ ചെരുവിൽ നിന്ന് വസന്തം എൻ്റെ നേരെ നടന്നു വരുന്നത് പോലെ അവൻ നടന്നു വന്നു. ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, ആ പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ത് വസന്തം നടന്നു വരുന്നത് പോലെ ഒരാൾ വരുന്നു എന്നാണ് മേരി പറയുന്നത്. കണ്ടതോടുകൂടിയുള്ള ആകെ ആകർഷണമാണ്. ഈ കാന്തശക്തിയല്ലേ യേശുവിനൊക്കെ, യേശുവിന് കാന്തശക്തിയല്ലേ. കാരണം എന്താ, ഹീസ് വിത്ത് ദ ബിയോണ്ട്, ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവറല്ലേ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ മേരിയെ പോലെ ഒരാളെ, മഗ്ദലനയിലെ മേരിയെ പോലെ ആളുകൾ ഇപ്പോൾ ഇവളെ കല്ലെറിയാൻ വേണ്ടി മുമ്പേ കൊണ്ടിട്ടിട്ട് ഇവളെ തെറ്റുകാരിയാണോ അല്ലയോ നീ പറ എന്ന് യേശുവിനോട് പറയല്ലേ. പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അപ്പോൾ അതല്ല, അത് അങ്ങനെ പറയാൻ പാടില്ല. അത് അപ്പോൾ യേശുവിൻ്റെ മുന്നിലുള്ള പ്രഹേളികയാണ് ഞാൻ ആലോചിക്കുന്നത്. യേശുവിൻ്റെ മുമ്പിൽ പ്രതിസന്ധിയുണ്ട്. ഇവളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇവൾ പുണ്യശാലിയാണ് എന്ന് യേശു പറഞ്ഞ ആരും വിശ്വസിക്കില്ല. കാരണം എല്ലാവർക്കും അറിയാം. അല്ല, ഇവൾ പാപിയാണ് എന്ന് പറഞ്ഞാലോ ഇപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലും, യേശുവിൻ്റെ മുമ്പിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലും ഇല്ലേ. അപ്പോൾ എന്തു ചെയ്യാം, ഈ ക്യാനൺസ് നമ്മൾ ഉപയോഗിക്കുന്ന ജഡ്ജ്മെൻറ്റിൻ്റെ ആയുധങ്ങൾ ഒന്ന് തിരിച്ചിട്ടുക. അവൾ പാവി അല്ലാതെയോ ഇരിക്കട്ടെ, പക്ഷെ നിനക്ക് ഇവളെ ശിക്ഷിക്കാൻ എന്താണ് അവകാശം എന്നാണ് ചോദ്യം. അതുകൊണ്ട് യേശു വളരെ ക്രിസ്പായിട്ട് പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയട്ടെ. അപ്പോൾ നീയൊക്കെ പാപം ചെയ്തിട്ടുണ്ട് എന്നെനിക്കറിയാം. ഇവൾ നിങ്ങളുടെ ശിക്ഷ അനുസരിച്ച് കല്ലേറ് കിട്ടേണ്ടവളാണെന്നും എനിക്കറിയാം. പക്ഷേ നിനക്കതിനുള്ള അർഹത എന്താണെന്ന് നീ തീരുമാനിച്ചിട്ട് കല്ലെറിയും. എന്തൊരു ബ്യൂട്ടിഫുൾ മാനേജ്മെൻറ്റാണ് ആ സിറ്റുവേഷൻ. ഇതിൽ കൂടുതൽ ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ്. ഇതല്ലാതെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേറെ ഒരു ഉപായവും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ കുറേ ആലോചിച്ചു. ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ യേശുവല്ല. എന്നാലും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ കല്ലെറിഞ്ഞ് കൊടുക്കാൻ പറയാൻ പറ്റുമോ? നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിച്ച് അവന്മാർ എറിയാതിരിക്കുമോ? നമ്മൾ കൂടെ ചത്തു പോകില്ലേ? അപ്പോൾ പിന്നെ നിനക്കിതിനെന്ത് അർഹത എന്ന് നേരിട്ട് ചോദിക്കാതെ യെസ് യു മേ ഡു ഇറ്റ് പ്രൊവൈഡഡ്, നിനക്ക് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എറിഞ്ഞു. അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും പാപികളാണേ. എന്തെല്ലാമാണ് ആ ഒരൊറ്റ വാചകത്തിൽ ഈ മഹാനായ യേശു ഒരൊറ്റ വാചകത്തിൽ എത്ര ആശയങ്ങളെയാണ് ഈ നിഗൂഹനം ചെയ്ത് വച്ചിരിക്കുന്നില്ലേ. എനിക്ക് ഈ ചരിത്രത്തിലൊക്കെ ഏതൊരു കഥാപാത്രത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ വാചാലനാവുകയും എൻ്റെ കണ്ണ് നനയുകയും ചെയ്തത് യേശുവാണ്. യേശുവിനെ പറ്റി ഒരു അപാരമായിട്ടുള്ളൊരു പുസ്തകം എഴുതണമെന്ന് ഈ 10-15 വർഷമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശുവിനെ പറ്റി ഒരുപാട് എഴുതപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇനിയൊരു സാഹിത്യകൃതി എങ്ങനെ എഴുതും? പിന്നെ ജീസസ് സൺ ഓഫ് മാനിനേക്കാളും അപ്പുറത്തേക്ക് പോവില്ല എൻ്റെ മനസ്സ്. പക്ഷേ എങ്കിൽ പോലും യേശു എനിക്കൊരു അനുഭവമാണ്.
യേശു എനിക്ക് ഇപ്പോൾ സെലറ്റ് എന്നൊരു നോവൽ വായിച്ചു. യേശുവിനെ വിപ്ലവകാരിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തെല്ലാം തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു യേശു. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനറിയുന്ന യേശുവിനോട് എനിക്ക് ഭാഷണം നടത്തണം. അതായിരിക്കും എൻ്റെ ഒരു വലിയ കൃതി എന്ന് ഞാൻ വിചാരിക്കുന്നത്. മൈ മെഡിറ്റേഷൻസ് വിത്ത് ക്രൈസ്റ്റ്. യേശുവിനോട് എനിക്ക് സംസാരിക്കണം. ആ സന്ദർഭത്തിൽ നിനക്ക് എന്ത് തോന്നി? ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഈ യൂദാസ് നിന്നെ ഒറ്റിക്കൊടുക്കും നിനക്ക് അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ അയാളെ കണ്ടപ്പോഴെന്ത് തോന്നി? അങ്ങനെ ഓരോ നിർണായകമായ ഘട്ടത്തിലും വാട്ട് വാസ് യുവർ ഫിയർ, നിൻ്റെ മനസ്സിലൂടെ എന്താണ് പോയതെന്ന് എന്നോട് പറയൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് കയറണം. ഇങ്ങനെ ഒരു സാധനം കുറേ കാലം ഇത് കേട്ടിട്ട് ആരെങ്കിലും ചെയ്യണമെങ്കിലും ചെയ്തോട്ടെ. അതുകൊണ്ട് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത്. എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് ചെയ്യണമെന്നൊരു അദമ്യമായ മോഹത്തിലിരിക്കുകയാണ് ഞാൻ. അപ്പൻ്റെ പുസ്തകം ഒരു പ്രചോദനം തന്നെയാണ്. ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം, മറിയത്തിനെ പറ്റിയുണ്ട്, മധുരമീ ജീവിതം. 2 പുസ്തകം ഞാൻ പലവരും പല ആവർത്തി വായിച്ചു വെച്ചിരിക്കുന്ന പുസ്തകമാണ്. ഒരു പക്ഷേ അതിനെ അതിശയിക്കുന്ന പുസ്തകം എഴുതണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം ഇസ് എ വണ്ടർഫുൾ ബുക്ക്. അതൊരു കാവ്യമാണ്, അതൊരു കവിതയാണത്. അപ്പൻ സാറിൻ്റെ ഭാഷയ്ക്ക് അപ്പുറമൊന്നും എനിക്ക് പോകാനൊന്നും പറ്റില്ല. പക്ഷേ എങ്കിലും വെറുതെ ഈ മോഹങ്ങളൊന്നും അല്ലെങ്കിലും ഒന്ന് മോഹിക്കണം. മോഹിക്കുകയാണ് ഞാൻ. വെറുതെ എന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും എഴുതും. കാരണം എനിക്ക് അത്രമാത്രം യേശുവിനോട് ഐ തിങ്ക് ഐ നോ ഹിം എന്ന് ഞാൻ പറയുന്നത് അഹങ്കാരമല്ല. ഐ തിങ്ക് ഐ നോ ഹിം. ഞാനിതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരാശയമാണ്. എനിക്ക് യേശുവിനെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയണം. അത് ജാതി മത ചിന്തകളൊന്നും എനിക്കില്ല. ബട്ട് ക്രൈസ്റ്റ് ജീസസ് എനിക്കിപ്പോഴും എനിക്ക് കണ്ണുനീർ എന്നിലുണ്ടാക്കാൻ പറ്റുന്ന ഒരൊറ്റ പേരതേ ഉള്ളൂ. അത് സഫറിങ്ങിനെ പറ്റി ആലോചിച്ചിട്ട് മാത്രമല്ല, യേശുവിൻ്റെ ഈ കരുണ ഇരമ്പുന്ന മനസ്സ് കണ്ടിട്ടാണ് എനിക്ക് ആ വിധേയത്വം. കരുണ ഇരമ്പുന്ന മനസ്സാണ്. അന്നത്തെ കാലഘട്ടം കരുണയില്ലാത്ത കാലഘട്ടമാണത്. കരുണ തീരെ ഇല്ലാത്ത കാലഘട്ടമാണ്. അവിടെ ഇതാ കരുണാമയനായ ഒരു ക്രിസ്തു. എന്നാൽ കരുണാമയൻ മാത്രമല്ല, അതീവ ശക്തരും. ഈ തുന്തുങ്ങളുടെ ഒരു മിളനം. അതുകൊണ്ട് എനിക്ക് ക്രൈസ്റ്റിനെ പറ്റി എഴുതിയില്ലെങ്കിൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എഴുതണം, പക്ഷെ അതിനോട് ഏകാഗ്രതയില്ല. എന്തെങ്കിലും പുതിയ വ്യാഖ്യാനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ തരാം. അത് യേശു ഞാനുമായിട്ടുള്ള ഹൃദയ സംഭാഷണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരാജിതനായ നിങ്ങൾ വിജയിയായി നടിക്കും, ദുഃഖിതനായ നിങ്ങൾ രസികനായി ചമയും, കോഴ കൊടുക്കുവാൻ പോകുന്ന യാത്രയിൽ അഴിമതിക്കെതിരെ വാചാലനാകും, വ്യഭിചാരം കഴിഞ്ഞ് മടങ്ങുകയായിരിക്കും, ചെറുപ്പക്കാരുടെ സദാചാരമില്ലായ്മയോർത്ത് പരിതപിക്കും, തർക്കുത്തരം പറഞ്ഞ മകനെ തല്ലിച്ചതച്ചിരിക്കാം രാവിലെ, സമൂഹത്തിൽ സഹനശക്തി കുറയുന്നതിൽ നിങ്ങൾ ആശങ്കപ്പെടും, ജാതി മാറി പ്രണയവിവാഹം ചെയ്ത മകളെ പിണ്ടം വച്ച് പുറത്താക്കിയിരിക്കും, എന്നിട്ട് നമുക്ക് ജാതിയില്ലെന്ന് ധരിപ്പിക്കും. പുതിയ കേരളത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എന്നത്തെയും കേരളത്തെക്കുറിച്ചുള്ള ചുറ്റുപാടുകളെക്കുറിച്ച്, കേരളമല്ല നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തെ കുറച്ചുകൂടി കവിതയാണ് നിൽപ്പുമരങ്ങൾ എന്ന് പറയുന്ന കൃതി. ഇത് ഞാൻ നിന്നോട് സംസാരിക്കില്ല എന്ന് പറയുന്നത് ഒരു കവിതയാണോ? എൻ്റെ ട്രെയിനിൽ അടുത്തിരിക്കുന്നവരോട് എൻ്റെ സുഹൃത്തെ ഞാൻ നിന്നോട് സംസാരിക്കില്ല എന്ന് പറയാൻ എന്നെ കാരണം ഇതാണ് ഞാൻ നീ പറഞ്ഞത് അത്രയും ഭോഷ്കാണെന്ന് എനിക്കറിയാവുന്നതാണ്. അടുത്ത സീറ്റിലെ യാത്രക്കാരാ, സാമാന്യം നീണ്ട ഈ യാത്രയിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. എന്താ കാരണം? നീ പറയുന്നത് മുഴുവൻ ഭോഷ്കാണെന്ന് എനിക്കറിയാം. അവസാനിക്കുന്നത് അങ്ങനെയാണ്. അടുത്ത സീറ്റിലെ യാത്രക്കാരാ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ധൈര്യമില്ല കാരണം നീ എന്ത് പങ്കത്തരമാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് സമൂഹത്തിലെ ഹിപ്പോക്രസിയാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഈവിൾ എന്ന് പറയുന്നത്, ഇല്ലേ? അത് നമ്മൾ ഹിപ്പോക്രസിയില്ല ജീവിക്കുക എന്നുള്ളതല്ല, വേറെ ഒന്നും കരണീയമായിട്ടില്ല. അത് കുറേയൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അടുത്ത സീറ്റിലെ യാത്രക്കാരാ, നിങ്ങളോട് സംസാരിക്കാൻ എപ്പോഴും താല്പര്യം